നേരം പ്രകാശമായി. പതിവനുസരിച്ച് സൂതമാഗത വന്ദികൾ കൊട്ടാരവാതിക്കൽ വന്നു നിന്ന് രാജാവിനെ ഉണർത്തുവാനായി സ്തുതികൾ പാടുവാൻ തുടങ്ങി. സൂര്യോദയത്തിലെ പ്രഭാത ഗീതങ്ങളാണ് അവർ പാടിയത്. ആ പാട്ട് കർണാനന്ദകരമായിരുന്നു. അന്തഃപുര സ്ത്രീകൾ രാജാവിൻ്റെ പ്രാതസ്നാനാദികൾക്ക് വേണ്ടിയുള്ളതായ ജലവും മറ്റ് സാമഗ്രികളും കൊണ്ടുവന്നു. രാജാവ് ഉണരുവാനായി അവർ പുറത്ത് കാത്തു നിന്നു. രാജാവിന് ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകൾ ഉണർന്നു. അവർ തങ്ങളുടെ പ്രാണനാഥനെ ഉണർത്തുവാൻ ശ്രമിച്ചു. അദ്ദേഹം എഴുന്നേൽക്കാതിരുന്നപ്പോഴും രാജാവ് മരണപ്പെട്ടു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. നിർഭാഗ്യവാനായ ദശരഥൻ പാതിരാത്രിയോടെ മരിച്ചിരുന്നു. ആരും അതറിഞ്ഞിരുന്നില്ല. രാജാവിൻ്റെ ആകപ്പാടെയുള്ള നിലപാട് കണ്ട് സംഭവം എന്താണെന്ന് അവർ ഊഹിച്ചു. അത് ഉറക്കമല്ലായിരുന്നു. ഭയവും അമ്പരപ്പും കാരണം അവർ വിറപൂണ്ട് നിൽപ്പായി. കൗസല്യയോ സുമിത്രയോ ഇതേവരെ ഉണർന്നു കഴിഞ്ഞിരുന്നില്ല. രാത്രിയിൽ എപ്പോഴോ രാജാവ് മരിച്ചിരിക്കുന്നു എന്ന് കൊട്ടാരത്തിലുള്ള സ്ത്രീകൾക്ക് മനസ്സിലായി. രാജ്ഞിമാർ അത് ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. സ്ത്രീകളുടെ ഹൃദയം നൊന്തു. തങ്ങളുടെ യജമാനനും രക്ഷിതാവുമായ രാജാവ് മരിച്ചതെന്നറിഞ്ഞ് അവർ അത്യുച്ചത്തിൽ കരഞ്ഞു. ആ രോദനം രാജ്ഞിമാരെ ഉണർത്തി. തങ്ങൾക്കും സർവസ്വവും നഷ്ടപ്പെട്ടു എന്നവർ അറിഞ്ഞിരുന്നു. അവർ നിലത്ത് വീണു. ദുഃഖം മൂലം ഉറക്കെ കരഞ്ഞു. ഭർത്താവ് തങ്ങളെ എന്നേക്കുമായി വിട്ടുപോയിരിക്കുന്നു എന്ന് എത്രയായിട്ടും അവർക്ക് ബോധ്യം വന്നില്ല. കീർത്തിമാനായ ദശരഥ മഹാരാജാവ്, ഇത്ര നീതി നിപുണനായ ഭരണകർത്താവ്, ഈ ശ്രേഷ്ഠാത്മാവ്, ഇത്രയും സുപ്രസിദ്ധനായ യോദ്ധാവ് ഇതാ നിലത്തു വീണ് മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണകാരണം രാമന്റെ നാടുകടത്തലായിരുന്നു എന്നത് അതിനെ കൂടുതൽ ദാരുണമാക്കി. രാമൻ അയോധ്യ വിട്ടതിനു ശേഷം രാജാവ് 5 രാത്രികൾ മാത്രമാണ് ജീവിച്ചിരുന്നത്. 6ാം രാത്രി ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ആ വേദന സഹിക്കുവാൻ കഴിയാതെയായി. ഒരുപക്ഷെ രാമന്റെ വിവരമറിയുവാൻ വേണ്ടി സുമന്ത്രനെ കാത്തിരുന്നതുമാവാം അദ്ദേഹം. രാമൻ പോയി എന്നും ഇനി അനവധി കാലത്തേക്ക് തിരിച്ചു വരില്ലെന്നും ഉറപ്പായതോടെ ആ ഹൃദയം തകർന്നു. അദ്ദേഹത്തിന്റെ ജീവൻ ആരും അറിയാതെ കൂടുപിടിക്കുകയും ചെയ്തു. അദ്ദേഹം സ്വർഗാധിപനായ ഇന്ദ്രന്റെ മിത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഭൂമി സ്വർഗതുല്യവുമായിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ പിതൃതുല്യം സ്നേഹിച്ചിരുന്നു. അപ്രകാരമുള്ള ഒരു രാജാവാണ് ഒരു സ്ത്രീയുടെ അധികാര തൃഷ്ണ കാരണം ഈ ദുരന്തത്തിൽപ്പെട്ടത്. ഭഗവാൻ നാരായണന്റെ തന്നെ പിതാവാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. നിർഭാഗ്യവാനായ രാജാവിന് പുത്രദുഃഖത്താൽ ഹൃദയം തകർന്ന് മരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തി നീതിരഹിതമായി പോയി എന്നും ലോകം പ്രഖ്യാപിക്കുകയും ചെയ്തു. മരിച്ചുപോയെങ്കിലും അദ്ദേഹം കെട്ടുപോയ അഗ്നി പോലെയും വറ്റിവരണ്ടുപോയ സമുദ്രം പോലെയും പ്രകാശം നഷ്ടപ്പെട്ട സൂര്യനെ പോലെയും കാണപ്പെട്ടു. കൗസല്യ അദ്ദേഹത്തിന്റെ തല താങ്ങിയെടുത്ത് തന്റെ മടിയിൽ വെച്ചു. അവൾ വാവിട്ട് കരഞ്ഞു. അവൾക്ക് രാമൻ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ പ്രാണനാഥനും മരിച്ചു കഴിഞ്ഞു. തൻ്റെ സർവസ്വവും നഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് തോന്നി. രാജാവിൻ്റെ ചിതയിൽ ചാടി മരിക്കുമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. വളരെ പ്രയാസപ്പെട്ട് കൊട്ടാരത്തിലെ മറ്റ് സ്ത്രീകൾ അവളെ പിടിച്ചു കൊണ്ടുപോയി. അവർ അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. രാജാവ് മരിച്ചുപോയ വാർത്ത നഗരവാസികൾ അറിഞ്ഞു. മന്ത്രിമാർ അതിവേഗം കൊട്ടാരത്തിലെത്തി. ജനങ്ങൾ കൊട്ടാരവളപ്പിൽ നഗരവീഥികളിലും വന്നു നിറയുവാൻ തുടങ്ങി. ഒരാപത്തിനുമേൽ മറ്റൊന്ന് വന്നു ചേർന്നതെന്ന് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ലാതെയായിരുന്നു. അമ്പരപ്പോടുകൂടിയ ഒരു നിശബ്ദത അവിടെ പരന്നു. ഭാവി കാര്യങ്ങളെപ്പറ്റി ഒരു സൂചന ലഭിക്കുവാൻ വേണ്ടി ജനങ്ങൾ കൊട്ടാരത്തിന് പുറത്ത് തടിച്ചുകൂടി. 4 പുത്രന്മാരാൽ അനുഗ്രഹീതനായിട്ടും ഒരാൾ പോലും സമീപത്തില്ലാതെയാണ് രാജാവ് മരിച്ചത്. രാജാവിൻ്റെ ഉപദേശകന്മാർ വസിഷ്ഠനുമായി കൂടിയാലോചിച്ച് ഭരതന് ആളയക്കുവാൻ തീരുമാനിച്ചു. രാജാവിൻ്റെ മൃതശരീരം എണ്ണയിൽ സൂക്ഷിക്കുവാനും അവർ നിശ്ചയിച്ചു. വേദനാജനകമായ ആ പകൽ അവസാനിച്ചു. നേരം രാത്രിയായി. രാമന്റെ അഭാവത്തോടൊപ്പം ഈ ദുഃഖവും കൂടി വന്നു ചേർന്നത് ജനങ്ങൾക്ക് അസഹ്യമായി തീർന്നു. അവർക്ക് ഈ ദുഃഖം വരുത്തി തീർത്ത കൈകേയിയുടെ ക്രൂരതയെപ്പറ്റി മാത്രമേ അവർ സംസാരിച്ചുള്ളൂ. ആരും ഉറങ്ങിയില്ല. രാത്രി മുഴുവൻ വിങ്ങിക്കരച്ചിലും അലമുറയിടലും കേൾക്കാമായിരുന്നു. അങ്ങനെ ആ രാത്രി കഴിഞ്ഞുപോയി. നേരം പുലർന്നു. രാജസദസ്സിലെ ബുദ്ധിമാന്മാരായ ഉപദേശകന്മാർക്ക് തോന്നി ഉടൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആപത്ത് വരുന്നുവെന്ന്. അവർ സഭാമന്ദിരത്തിൽ സമ്മേളിച്ചു. ആചാര്യനായ വസിഷ്ഠനാണ് അവരെ നയിച്ചത്. അവർ പറഞ്ഞു, തൻ്റെ പ്രിയപുത്രൻ്റെ വിരഹമൂലം രാജാവ് മരിച്ചിരിക്കുന്നു. കൊട്ടാരം ശൂന്യമായിരിക്കുന്നു.
രാമൻ പോയി കഴിഞ്ഞു, കൂടെ ലക്ഷ്മണനും. ഭരതനും ശത്രുഘ്നനും കേകേയത്തിലാണ്. നമ്മൾ എന്തെങ്കിലും തീരുമാനമെടുത്തില്ലെങ്കിൽ രാജ്യം അനാഥമാകും. രാജാവില്ലാത്ത രാജ്യം ശത്രുക്കൾക്ക് അടിമപ്പെടും. നമുക്ക് ശത്രുക്കളായ രാജാക്കന്മാരുടെ ആക്രമണം കൂടാതെ കഴിയണം. ഇല്ലെങ്കിൽ ധർമ്മം വളരെ വേഗം അപ്രത്യക്ഷമാകും. അത് വലിയ ദുരവസ്ഥയ്ക്ക് കാരണമാകും. രാജ്യം ഭരിക്കുവാൻ ഒരാൾ ഉണ്ടാവണം. രാജാവിൻ്റെ ഒരു പുത്രനെ കഴിയുന്നതും വേഗം കിരീടധാരണം ചെയ്യിക്കണം. ഹേ മഹർഷി, രാജ്യത്തെ നാശഗർഗത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടത് ചെയ്യുവാനും ഞങ്ങൾ അങ്ങയുടെ വിജ്ഞാപനത്തെ ആശ്രയിക്കുകയാണ്. അവിടെ കൂടിയ മന്ത്രിമാരോടും ഋഷിമാരോടുമായി വസിഷ്ഠൻ പറഞ്ഞു, ഭരതനെ കഴിയുന്നതും വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് ദൂതന്മാരെ അയക്കാം. നാം ആവശ്യമില്ലാതെ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. വസിഷ്ഠൻ സിദ്ധാർത്ഥനെയും വിജയനെയും അശോകനെയും നന്ദനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ദുഃഖമകറ്റി മുഖന്മാരാകുക. കുതിരാലയത്തിൽ വെച്ച് ഏറ്റവും വേഗമുള്ള കുതിരകളിൽ കയറി വേഗം കേകേയത്തിലെത്തുക. ഭരതനെ കണ്ടെൻ്റെ ഈ സന്ദേശം അറിയിക്കുകയും ചെയ്യുക. അങ്ങയുടെ പുരോഹിതൻ ഇതാ അങ്ങയ്ക്ക് ആശീർവാദങ്ങൾ നൽകുന്നു. അങ്ങയ്ക്ക് നന്മ നേരുകയും ചെയ്യുന്നു. അങ്ങയ്ക്ക് ചില കാര്യങ്ങൾ ഉടൻ ചെയ്യുവാനുള്ളതുകൊണ്ട് തൽക്ഷണം അയോധ്യയിലേക്ക് മടങ്ങി വന്നാലും. രാമനെ നാടുകടത്തിയ വിവരമോ രാജാവ് മരണമടഞ്ഞ സംഭവമോ നിങ്ങൾ അദ്ദേഹത്തോട് പറയരുത്. ഒരു രാജാവ് മറ്റൊരു രാജാവിനെ കാണുവാൻ പോകുമ്പോൾ പതിവായി കൊണ്ടുപോകാറുള്ള പട്ടുവസ്ത്രങ്ങളും രത്നങ്ങളും നിങ്ങൾ കൊണ്ടുപോവുകയും വേണം. ദൂതന്മാർ അതിവേഗം പുറപ്പെട്ടു. മാലിനി എന്ന നദി കടന്ന് അവർ വടക്കോട്ട് യാത്രയായി. ഗംഗയെ കടന്ന് പടിഞ്ഞാട്ട് അവർ യാത്ര ചെയ്തു. പാഞ്ചാലവും കടന്ന് അവർ ഇഷുമതി തീരത്തെത്തി. ദീർഘവും പ്രയാസവുമേറിയതുമായ യാത്രയ്ക്ക് ശേഷം അവർ ഗിരിപ്രജത്തിലെത്തി. ഒട്ടും താമസിയാതെ അവർ അവിടെ നിന്ന് പുറപ്പെട്ട് അന്ന് രാത്രി തന്നെ രാജഗൃഹം എന്ന നഗരിയിലെത്തിച്ചേർന്നു. അതായിരുന്നു കേകേയത്തിന്റെ തലസ്ഥാനം. ദശരഥപുത്രന്മാർ അവിടെ മാതാമഹനായ അശ്വപതിയോടും അദ്ദേഹത്തിന്റെ പുത്രന്മാരായ യുദ്ധാജിത്തിനോടും കൂടി അവിടെ സ്വല്ലാസം കഴിയുകയായിരുന്നു. ആ രാത്രിയിൽ ഭരതരാജകുമാരൻ നിരവധി ദുസ്വപ്നങ്ങൾ കണ്ടു. അതിരാവിലെയാണ് അദ്ദേഹം ആ ദുസ്വപ്നങ്ങൾ കണ്ടത്, സൂര്യോദയത്തിന് അല്പം മുമ്പ്. അങ്ങനെ കാണപ്പെടുന്ന സ്വപ്നങ്ങൾ ഫലവത്താകും അഥവാ സത്യമായി വരുമെന്നാണ് സാധാരണ പറയാറ്. ഭരതന് വലിയ വിഷാദമായി. അദ്ദേഹത്തിന്റെ മുഖം ഗൗരവപൂർണമായി. കൂട്ടുകാർ നേരം പോക്ക് പറഞ്ഞ് അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കുവാൻ ശ്രമിച്ചു. രസപ്രദങ്ങളായ കളികളിൽ പങ്കെടുപ്പിക്കുവാൻ നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഒരു സമാധാനവും ഉണ്ടായില്ല. വിചിത്ര ആപൽശങ്കകളാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ആകുലമായി. അദ്ദേഹത്തിന്റെ ഉത്തമ സുഹൃത്തുക്കളായ ഒരു യുവാവ് ചോദിച്ചു, ഭരത, ഞങ്ങളോടൊപ്പം ഒരു കളിയിലും പങ്കുചേരാതിരിക്കത്തക്ക വിധം എന്താണ് അങ്ങേക്ക് പറ്റിയത്? എന്താണ് അങ്ങേ അലട്ടുന്നത്? തുറന്നു പറഞ്ഞാൽ അതിനൊരു പരിഹാരം കാണുവാൻ കഴിഞ്ഞെന്ന് വരാം. ഭരതൻ പറഞ്ഞു, ഞാൻ പറയാം. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ ഭീകരത ഇപ്പോഴും എന്നെ ഭീതിപ്പെടുത്തുകയാണ്. എൻ്റെ അച്ഛൻ ചളി പുരണ്ട വസ്ത്രം ധരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുടി കാറ്റിൽ പറന്നിരുന്നു. അദ്ദേഹം ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് ഒരു ചെളികുണ്ടിലേക്ക് നിപതിക്കുന്നത് ഞാൻ കണ്ടു. ശരീരമാകെ എണ്ണയിൽ കുളിച്ച രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. സമുദ്രമാകെ വറ്റിയതാവും ചന്ദ്രൻ ഭൂമിയിൽ വീണതായും ഞാൻ സ്വപ്നം കണ്ടു. എൻ്റെ ചുറ്റിനും ഇരുട്ട് വ്യാപിച്ചിരുന്നു. എൻ്റെ അച്ഛൻ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾക്ക് കറുപ്പ് നിറമായിരുന്നു. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല അദ്ദേഹം ധരിച്ചിരുന്നു. കൈകളിൽ രത്നചന്ദനം പൂശിയിരുന്നു. കഴുതുകൾ വലിച്ചിരുന്ന ഒരു വണ്ടിയിൽ കയറി അദ്ദേഹം തെക്കോട്ട് അതിവേഗം പോയിക്കൊണ്ടേയിരുന്നു. എൻ്റെ ദുഃസ്വപ്നം ഇതൊക്കെയായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് ഇത് മായുന്നില്ല. എന്തോ ഒരു അത്യാപത്തിനെ ഞാൻ ഭയപ്പെടുകയാണ്. ഭയം മൂലം എൻ്റെ തൊണ്ട വരളുന്നു. എനിക്ക് ശബ്ദം പൊന്നുന്നില്ല. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നു. വേദനാജനകമായ ഒരു ഭയം എന്നെ ബാധിക്കുന്നു. രാത്രി വളരെ വൈകിയാണ് അയോധ്യയിൽ നിന്നുള്ള ദൂതന്മാർ എത്തിയത്. അന്നവർ നഗരത്തിൽ തങ്ങി. അതിരാവിലെ അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാജാവ് അവരെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ വന്ദിച്ച ശേഷം അവർ ഗുരു വസിഷ്ഠന്റെ സന്ദേശം അറിയിച്ചു. അവർ പറഞ്ഞു, ഈ പട്ടുരത്നങ്ങളും നിങ്ങളുടെ അമ്മാവനുള്ളതാണ്. രാജാവും അദ്ദേഹത്തിന്റെ പുത്രനും അയോധ്യയിൽ നിന്നുള്ള ഈ സമ്മാനങ്ങൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. ഭരതൻ അതെടുത്ത് മുത്തച്ഛനും അമ്മാവനും കൊടുത്തു. അവരത് സസന്തോഷം സ്വീകരിക്കുകയും ചെയ്തു. ഭരതൻ ദൂതന്മാരോട് ചോദിച്ചു, എൻ്റെ വന്യവയോധികനായ പ്രിയപിതാവിന് സുഖമല്ലേ? രാമനും ലക്ഷ്മണനും സൗഖ്യമായിരിക്കുന്നില്ലേ?
തപസ്വിയായ എൻ്റെ അമ്മയ്ക്ക് കൗസല്യയ്ക്ക് വിശേഷണമൊന്നുമില്ലല്ലോ. ലക്ഷ്മണ മാതാവായ സുമിത്രയ്ക്ക് സുഖമല്ലേ? തന്നിഷ്ടക്കാരിയായ എൻ്റെ അമ്മ കൈകേയി എനിക്കായി വല്ല സന്ദേശവും അയച്ചിട്ടുണ്ടോ? ഭരതന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ദൂതന്മാർ അത്യധികം ശ്രദ്ധിച്ചു. രാജകുമാര, അവരെല്ലാം സുഖമായിരിക്കുന്നു. താമരയിൽ നിന്ന് ഉത്ഭുതമായ ലക്ഷ്മീദേവി 2 കൈകളും നീട്ടി അങ്ങയെ കാത്തു നിൽക്കുന്നു. ഒരു വിഷാദവും വേണ്ട. ദയവായി പുറപ്പെടൂ. അയോധ്യയിൽ അങ്ങയുടെ സാന്നിധ്യം ആവശ്യമായിരിക്കുന്നു. ഭരതൻ മുത്തച്ഛൻ്റെ അടുത്ത് ചെന്ന് സ്വപ്നത്തെക്കുറിച്ചുള്ള അസുഖം സഹിച്ചുകൊണ്ട് അയോധ്യയിൽ നിന്ന് ലഭിച്ച സന്ദേശത്തെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു. ഭരതൻ പറഞ്ഞു, എന്തിനാണ് എനിക്ക് ആളെ അയച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് ഗുരുശാസനമാണ്. എനിക്കത് അനുസരിക്കാതിരിക്കാൻ വയ്യ. മുത്തച്ഛനെ കാണുവാൻ ഞാൻ വീണ്ടും വരാം. പൗത്രന്റെ പോക്ക് ഇത്ര പെട്ടെന്നായതിനാൽ രാജാവിന് നിരാശയായി. അദ്ദേഹം പറഞ്ഞു, നിന്നെ പോലെ ഇത്ര ശ്രേഷ്ഠനായൊരു പുത്രനുണ്ടായതിൽ എൻ്റെ പുത്രി ഭാഗ്യവതി തന്നെ. അവളെയും നിന്റെ അച്ഛനെയും എൻ്റെ ആശീർവാദങ്ങൾ അറിയിക്കുക. നിന്റെ സഹോദരന്മാർക്കും എൻ്റെ ആശീർവാദങ്ങൾ കൊടുക്കുക. മുത്തച്ഛനും അമ്മാവനും നൽകിയ സമ്മാനങ്ങളുമായി ഭരതൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. സമ്മാനങ്ങൾ അസംഖ്യങ്ങളും അപൂർണങ്ങളുമായിരുന്നു. പക്ഷേ ഭരതന്റെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. തങ്ങൾക്ക് നൽകപ്പെട്ട് നേരിയ പട്ടുകളും ആനകളും കുതിരകളും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പെട്ടതേയില്ല. അദ്ദേഹത്തിന്റെ ചിന്ത അയോധ്യയിലായിരുന്നു. ഗുരുവിന്റെ അവ്യക്തമായ സന്ദേശം അദ്ദേഹത്തെ തളർത്തി. അവർ രഥത്തിൽ കയറി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അവർ നിരവധി നഗരങ്ങൾ കടന്നുപോയി. കൗതുകകരങ്ങളായ കാടുകളും വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികളും അവർ പിന്നിട്ടു. വഴിക്ക് കണ്ട അത്ഭുത ദൃശ്യങ്ങളിലൊന്നും തന്നെ ഭരതന്റെ ദൃഷ്ടി പതിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മുഖം ഗൗരവം പൂണ്ടിരുന്നു. അദ്ദേഹം ചിന്താമഗ്നനായിരുന്നു. എന്തോ ഒരു ആപത്ത് പതിയിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അത് മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 7 രാവും 7 പകലും കൂടി കഴിയണം അദ്ദേഹത്തിന് ഇനി കോസലത്തിലെ രാജാതിർത്തിയിൽ എത്തുവാൻ. എട്ടാം ദിവസം രാവിലെ അയോധ്യ നഗരിയുടെ സ്വർണ്ണ താഴികക്കുടങ്ങൾ വളരെ ദൂരത്തു നിന്ന് തന്നെ അവർ കണ്ടു. ഭരതൻ സാരഥിയോട് പറഞ്ഞു, ഇത്ര ദൂരെ നിന്ന് പോലും പ്രിയപ്പെട്ട അയോധ്യയെ കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ടും തുള്ളിച്ചാടുന്നു. നിരവധി ഉദ്യാനങ്ങൾ കൊണ്ടും വെള്ള മണൽ കൊണ്ടും ശോഭിക്കുന്നതും ബ്രാഹ്മണരുടെയും വേദഘോഷങ്ങൾ കൊണ്ട് മുഴങ്ങുന്നതുമായ ഉത്തമന്മാരായ രാജാക്കന്മാർ ഭരിക്കുന്നതുമായ അയോധ്യ ഇന്ദ്രന്റെ അമരാവതി പോലെ തന്നെ സുന്ദരമാണ്. അവർ അടുത്തെത്തി തുടങ്ങി. ഏറെ താമസിയാതെ അവർ നഗര കവാടത്തിലെത്തി. അവിടുത്തെ അസാധാരണമായ കാഴ്ച കണ്ട് ഭരതൻ പരിഭ്രമിച്ച് നിന്നുപോയി. അദ്ദേഹം പറഞ്ഞു, ഇതെന്തൊരു അത്ഭുതം! നഗരം നിശബ്ദമായിരിക്കുന്നുവല്ലോ. അവിടെ മനുഷ്യരാരും ഇല്ലേ എന്ന് തോന്നുന്നുണ്ടല്ലോ. ഉദ്യാനങ്ങൾ വിജനമായിരുന്നു. വീഥികളിൽ രഥത്തിന്റെ ശബ്ദം പോലും കേൾക്കുവാനില്ല. നഗരം വനത്തേക്കാൾ വിജനമായിരിക്കുന്നു. പെരുമ്പറ, കാഹളം, വീണ തുടങ്ങിയ വാദ്യങ്ങളിൽ നിന്നുള്ള സംഗീത ധ്വനിയുടെ കാര്യം പറയാനുമില്ല. ഇതിനെല്ലാം എന്തുവാണ് കാരണം? ഭരതൻ അമ്പരന്ന് ചുറ്റും നോക്കി. അദ്ദേഹം പറഞ്ഞു, നഗരക്കാഴ്ച ദുസ്സഹസമായിരുന്നു. ഘോരമായി എന്തോ എന്നെ കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. വൈജദന്തമെന്ന ഭംഗിയുള്ള കവാടം വഴി അവർ നഗരത്തിൽ പ്രവേശിച്ചു. ജയ് വിജയ് ഭവ എന്നിങ്ങനെ കാവൽക്കാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഭരതൻ ചുറ്റും കണ്ണോടിച്ചു. ജനങ്ങൾ കരയുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. രാജാവ് മുറിയിലുണ്ടായിരുന്നില്ല. അയോധ്യയിൽ എത്തിയിട്ടും അച്ഛനെ കാണുവാൻ കഴിയാഞ്ഞതിൽ ഭരതൻ ദുഃഖിതനായി. തൻ്റെ അമ്മയുടെ കൊട്ടാരത്തിൽ തീർച്ചയായും അച്ഛൻ ഉണ്ടാവുമെന്ന് അദ്ദേഹം ഉറച്ചു. വേഗം അങ്ങോട്ട് പോവുകയും ചെയ്തു. ഭരതൻ വരുന്നുണ്ടെന്ന് കൈകേയി എറിഞ്ഞു. അവൾ കട്ടിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് പുത്രനെ സ്വാഗതം ചെയ്യുവാനായി മുന്നോട്ട് ചെന്നു. പതിവുള്ള ആർഭാടങ്ങളൊന്നും അവിടെയില്ല എന്ന് ഒരു നിമിഷം കൊണ്ട് ഭരതൻ മനസ്സിലാക്കി. അദ്ദേഹം അമ്മയെ നമസ്കരിച്ചു. തൻ്റെ കൈകൊണ്ട് അമ്മയുടെ കാലുകൾ പിടിച്ചു. അവൾ പുത്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. തൻ്റെ അച്ഛനും സഹോദരന്മാർക്കും ക്ഷേമം തന്നെയല്ലേ എന്ന് അവൾ ആരാഞ്ഞു. അവർ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുമെന്ന് ഭരതൻ മറുപടി പറഞ്ഞു. അദ്ദേഹം തുടർന്നു, അമ്മേ, അയോധ്യയിൽ നിന്ന് ദൂതന്മാർ വന്ന് ഇവിടെ എൻ്റെ സാന്നിധ്യം അത്യാവശ്യമായിരിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. ഗുരുകൽപ്പനയെ മാനിച്ച് ഞാനിതാ അതിവേഗം മടങ്ങിയെത്തിക്കഴിഞ്ഞിരുന്നു. അയോധ്യയിലെത്തിയ എന്നെ ദുഃഖം മാത്രമാണ് സ്വാഗതം ചെയ്യുന്നത്. എവിടെ നോക്കിയാലും ദുഃഖാർത്തവരായവരെ കാണുവാൻ കഴിയുന്നുള്ളൂ. ഭവതിയുടെ മുറി ശൂന്യമായിരിക്കുന്നത് എന്താണ്?
പതിവായി അച്ഛനെ ഈ മുറിയിൽ ഈ കട്ടിലിലാണല്ലോ ഞാൻ കാണാറ്. എനിക്ക് അദ്ദേഹത്തെ കണ്ടു വന്നിക്കുവാൻ വൈകി. ഒരുപക്ഷെ അദ്ദേഹം കൗസല്യയുടെ അടുത്തായിരിക്കുമോ? എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് വേഗം പറയും. സിംഹാസനത്തിലുള്ള അത്യാർത്തിയാൽ മതി പറന്ന കൈകേയിക്ക് തൻ്റെ നിർഭാഗ്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വികാരവും കൂടാതെ അവൾ പച്ചയായി പറഞ്ഞു, ധർമ്മിഷ്ഠനായ ദശരഥൻ, കഷ്ടപ്പെടുന്നവർക്ക് അഭയമായിരുന്ന നിന്റെ പിതാവ് ഒരു നാൾ എല്ലാവരും പ്രാപിക്കേണ്ടതായ ആ പദവിയെ പ്രാപിച്ചിരിക്കുന്നു. ഒരു കരുതലും കൂടാതെ കൈകേയി അവതരിപ്പിച്ച ആ വാർത്ത കേട്ട് ഭരതൻ തലചുറ്റി ബോധം കെട്ട് നിലത്ത് വീണു. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം വന്നു. നിലത്ത് കിടന്ന് ഉരന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഹതനായിരിക്കുന്നു. എനിക്കിനി ജീവിക്കേണ്ട കാര്യമില്ല. ഭരതനെ ആർക്കും സമാധാനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ചില ദുർവാർത്തകൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത് അദ്ദേഹം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. അദ്ദേഹത്തിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്നും ഞാൻ എൻ്റെ അച്ഛനെ ഈ കട്ടിലാണ് കാണാറ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അതങ്ങനെയാണ്. ചന്ദ്രനില്ലാത്ത ആകാശം പോലെ ആ കട്ടിൽ ശൂന്യമായിരിക്കുന്നു. എൻ്റെ അച്ഛനെ ഞാൻ ഇനി ഒരിക്കലും അവിടെ കാണില്ല. അംഗവസ്ത്രം കൊണ്ട് മുഖം മൂടി അദ്ദേഹം ദീർഘനേരം കരഞ്ഞു. കൈകേയി കുറേ നേരം അത് നോക്കിക്കൊണ്ടേയിരുന്നു. അവൾ അടുത്ത് ചെന്ന് പുത്രനെ സ്നേഹപൂർവ്വം തലോടി. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, വരൂ, ദുഃഖമകറ്റൂ. ബുദ്ധിയുള്ളവർ ഇങ്ങനെ ദുഃഖത്തിന് വശംവദരാകാറില്ല. ആദ്യത്തെ ഞെട്ടൽ അല്പമൊന്ന് ശമിച്ചപ്പോൾ ഭരതൻ വിങ്ങിക്കരയുന്നതിനിടയിൽ അമ്മയോട് ചോദിച്ചു, അമ്മേ, ദൂതന്മാർ വന്ന് എൻ്റെ അയോധ്യയിലേക്ക് വരുവാൻ നിർബന്ധിച്ചപ്പോൾ രാമൻ്റെ അഭിഷേക കാര്യത്തിനാണ് എന്നെ വിളിക്കുന്നതെന്നാണ് ഞാൻ ഓർത്തത്. ആ ചിന്ത വഴിയിലുടനീളം എന്നെ സന്തുഷ്ടനാക്കിക്കൊണ്ടേയിരുന്നു. എന്നല്ല, ഇവിടുത്തെ ആഘോഷ പരിപാടികളെപ്പറ്റിയും ഞാൻ പലതും സങ്കല്പിച്ചിരുന്നു. അമ്മയുടെ ഒറ്റ വാക്കുകൊണ്ട് എൻ്റെ എല്ലാ സുഖവും തകർന്നിരിക്കുന്നു. എൻ്റെ മനസ്സ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എനിക്കിനി എൻ്റെ അച്ഛനെ കാണുവാൻ കഴിയുകയില്ല. അമ്മേ, പറയൂ, അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം എന്താണ്? ഞാൻ മാതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ട സമയത്ത് അദ്ദേഹം പരിപൂർണ ആരോഗ്യവാനായിരുന്നു. എനിക്കിങ്ങനെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അച്ഛൻ്റെ ശേഷക്രിയകൾ ചെയ്യുവാൻ സാധിച്ച രാമൻ ഭാഗ്യവാൻ തന്നെ. അമ്മേ, ഞാൻ വന്ന വിവരം രാമനെ അറിയിക്കും. എനിക്ക് അദ്ദേഹത്തെ ഉടൻ കാണണം. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനും മാതാപിതാവും എല്ലാവുമാണ്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഞാൻ സമാധാനം കണ്ടെത്തും. അമ്മേ, എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് എന്നോട് പറയൂ. ധർമ്മത്തിൻ്റെ പ്രതീകം തന്നെയായിരുന്നു അദ്ദേഹം. ധൈര്യത്തിലും പ്രജകളോടുള്ള സ്നേഹത്തിലും അദ്ദേഹം ഒരു പുലി തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ മഹാത്മാവിൻ്റെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികിലുണ്ടാകുവാൻ കഴിയാതിരുന്ന ഞാൻ നിർഭാഗ്യവാൻ തന്നെ. അദ്ദേഹത്തിന് എന്നോടുള്ള അത്യന്ത ശാസനങ്ങൾ എന്തെല്ലാമായിരുന്നു! എനിക്കവ കേൾക്കുവാൻ വൈകി. യാതൊരു കൂസലും കൂടാതെ കൈകേയി പറഞ്ഞു, പുരുഷസിംഹമായ നിന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ടായിരുന്നു മരിച്ചത്. 3 വാക്കുകളും അദ്ദേഹത്തിൻ്റെ നാവിലുണ്ടായിരുന്നതേ ഉള്ളൂ: രാമ, ലക്ഷ്മണ, സീതേ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ശരീരം വിട്ടു. ബന്ധനത്തിൽപ്പെട്ട് നിസ്സഹായനായ ഗജരാജനെ പോലെ മരണശൃംഖയിൽ ബദ്ധനായ നിന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു മരിച്ചത്: സീതയോടും ലക്ഷ്മണനോടും കൂടി അയോധ്യയിൽ മടങ്ങിയെത്തുന്ന എൻ്റെ പുത്രൻ്റെ സുന്ദരമുഖം കാണുവാൻ കഴിയുന്ന അയോധ്യാവാസികൾ ഭാഗ്യവാന്മാർ തന്നെ. നിന്റെ പിതാവ് ഒടുവിൽ പറഞ്ഞ വാക്കുകൾ ഇവയായിരുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ട് ഭരതൻ ഞെട്ടിപ്പോയി. അച്ഛൻ മരിച്ചപ്പോൾ രാമൻ അയോധ്യയിൽ ഉണ്ടായിരുന്നില്ലേ എന്നറിഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. പരിഭ്രാന്തനായി അദ്ദേഹം ചോദിച്ചു, രാജാവ് മരിച്ചപ്പോൾ രാമൻ എവിടെയില്ല? എത്ര വിചിത്രമായ സ്ഥിരവിശേഷം! രാമനോടൊപ്പം ലക്ഷ്മണനും പോയിരിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ സീതയോ? അമ്മേ, ഇതെത്ര വിചിത്രമായിരിക്കുന്നു. അവർ എവിടെ പോയി? അതും രാജാവിന് അസുഖമുള്ള സമയത്ത്? അതോ രാജാവ് പെട്ടെന്നാണോ നമ്മെ വിട്ടു പിരിഞ്ഞത്? രാമൻ എവിടെയാണ്? ആ ചോദ്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു കൈകേയി. ഒരു സാധാരണ സംഭവം എന്ന മട്ടിലാണ് രാമൻ്റെ നാടുകടത്തലിനെ പറ്റി അവൾ പറഞ്ഞു തുടങ്ങിയത്. അവൾ പറഞ്ഞു, ഭരത, എൻ്റെ കുഞ്ഞെ, രാമൻ മരവരിയും എടുത്ത് ദണ്ഡകാരണ്യത്തിലേക്ക് പോയിരിക്കുന്നു. അവനോടൊപ്പം ലക്ഷ്മണനും സീതയും പോയിട്ടുണ്ട്. ഭരതൻ കൈകൾ കൊണ്ട് തൻ്റെ ഇരുചെവികളും പൊത്തി. അദ്ദേഹത്തിൻ്റെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി. രാമൻ എന്തെങ്കിലും കുറ്റം ചെയ്തതുകൊണ്ട് നാട് കടത്തപ്പെട്ടതാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് അവതാളത്തിലായി. അദ്ദേഹം അമ്മയോട് ചോദിച്ചു, രാമൻ ദണ്ഡകാരണ്യത്തിലോ? എന്തിനാണമ്മേ? എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് എന്ത് കാട്ടിലേക്ക് അയച്ചു? എന്തിനാണ് കാട്ടിലേക്ക് അയച്ചത്? അദ്ദേഹം അന്യൻ്റെ ധനം അപഹരിച്ചുവോ?
അപരാധിയില്ലാത്ത വല്ലവരെയും ശിക്ഷിച്ചു. പരതാരങ്ങളുടെ നേരെ കാമപരവേശത്തോടെ നോക്കുകയുണ്ടായോ? നാടുകടത്തലിന് കാരണം എന്തായിരുന്നു? തക്ക സമയമായി ഇത്ര നാളായി താൻ കാത്തുകൊണ്ടിരുന്ന ആ നിമിഷം വന്നു ചേർന്നുവെന്ന് കൈകേയിക്ക് തോന്നി. ഇക്ഷ്വാകു വംശത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാക്കുവാൻ അവൾ ഒരുങ്ങി. സ്ത്രീ സ്വഭാവത്തിന് ചേർന്ന കള്ളസൂത്രത്തോടെ താൻ ചെയ്യുന്ന കുറ്റത്തിന്റെ ഗുരുകുത ആഘാതം അറിയാതെ അവൾ ഇങ്ങനെ പറഞ്ഞു. അതൊന്നുമല്ല കാരണം. ഭരത, നീ എണ്ണി എണ്ണി പറഞ്ഞ കുറ്റങ്ങളൊന്നും തന്നെ രാമൻ ചെയ്തിട്ടില്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാരണം വെച്ചാണ് രാമനെ കാട്ടിലേക്ക് അയച്ചത്. ഭരത, എൻ്റെ കുഞ്ഞെ, രാമനെ യുവരാജാവായി കിരീടധാരണം ചെയ്യുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും രാജാവ് ചെയ്തിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. രാമനെ നാട് കടത്തുവാനും നിന്നെ യുവരാജാവായി കിരീടധാരണം ചെയ്യിക്കുവാനും ഞാൻ രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദ്രൻ അസുരന്മാർക്കെതിരായി നടത്തിയ യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിന്റെ അച്ഛനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. ഞാനും അദ്ദേഹത്തോടൊപ്പം പോയി. അന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ എനിക്കൊരു സന്ദർഭം കിട്ടുകയുണ്ടായി. അദ്ദേഹം സന്തോഷിച്ച് എനിക്ക് 2 വരങ്ങൾ നൽകി. ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എൻ്റെ അഭീഷ്ട സാധ്യത്തിനായി ഞാൻ അവയെ ഇപ്പോൾ ചോദിച്ചു. രാമനെ ദണ്ഡകാരണത്തിലേക്ക് അയക്കണമെന്നും നിന്നെ യുവരാജാവാക്കണമെന്നുമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. രാജാവിന് സത്യം പാലിക്കുവാനായി അത് സമ്മതിക്കേണ്ടി വന്നു. ഈ വനവാസം 14 കൊല്ലത്തേക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാമനോടൊപ്പം പോകണമെന്ന് ലക്ഷ്മണൻ ശഠിച്ചു. അതുപോലെ തന്നെ സീതയും. രാജാവ് രാമനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ. രാമനോടുള്ള വേർപാട് അദ്ദേഹത്തിന് സഹിക്കുവാനായിരുന്നില്ല. രാമനില്ലാതെ ജീവിക്കുവാൻ വയ്യെന്നായി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാനം വന്നുകൂടി. അതെല്ലാം പോകട്ടെ, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യം. നിനക്ക് വേണ്ടി ഇത്ര ഞാൻ ചെയ്തു. നീ രാജാവായി കാണുവാനുള്ള മോഹം കൊണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. നിന്റെ അമ്മ നിനക്കായി സമ്പാദിച്ച രാജ്യം സ്വീകരിക്കൂ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കണ്ണീർ പൊഴിക്കേണ്ട. അയോധ്യ നഗരി ഇപ്പോൾ നിന്റേതാണ്. അതുപോലെ ഈ സമസ്ത രാജ്യവും. ഇതിൽ നീ നിനക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. വസിഷ്ഠന്റെ ഉപദേശം വാങ്ങും. അച്ഛൻ്റെ പിതൃകർമ്മങ്ങൾ നടത്തുകയും ചെയ്യും. അദ്ദേഹം പിതൃലോകത്തെത്തും മുമ്പായി നീ രാജാവായി അഭിഷേകപ്പെടണം. കൈകേയിയുടെ വാക്കുകൾ ഭരതന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവ യാഥാർത്ഥ്യമാണെന്ന് പോലും തോന്നിയില്ല. അവ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറിയതേയില്ല. ഒന്നിനു പുറകെ ഒന്നായി എന്ന മട്ടിൽ തനിക്ക് ഇടിമിന്നലേൽക്കുകയാണ് എന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. താൻ ഏറ്റവും നിസ്സഹായനാണ് എന്നും അദ്ദേഹത്തിന് തോന്നി. ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ആ ഘോരവാക്കുകൾ കേൾക്കാതിരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ കൈകേയിയുടെ വ്യക്തിത്വവും ശാന്തവുമായ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അവളുടെ വാക്കുകൾ ഉരുക്കിയ ഈയം പതിക്കും പോലെ അദ്ദേഹത്തിന്റെ ചെവിയിൽ പതിച്ചു. കൂടുതൽ കേൾക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്. ദയാലുവായ പ്രകൃതി അദ്ദേഹത്തിന്റെ ബോധരഹിതനാക്കി. അദ്ദേഹം ബോധമറ്റ് നിശ്ചലനായി നിലത്തു വീഴുന്നു. ബോധം വരുന്നതുവരെ കൈകേയി അവിടെ കാത്തുനിന്നു. രാമ എന്ന് അദ്ദേഹം വിളിച്ചു കരഞ്ഞു. രാമ, എൻ്റെ ഈശ്വര, എൻ്റെ നാഥ. അദ്ദേഹം മുഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ശബ്ദം വരാതായി. അദ്ദേഹത്തിന് ഒന്നും പറയുവാൻ വയ്യാതെയായി. ഒടുവിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. കുറേ നേരം അദ്ദേഹം അമ്മയുടെ നേരെ നോക്കി നിന്നു. ഇങ്ങനെ പറയുകയും ചെയ്തു. നീ എന്നെ നശിപ്പിച്ചിരിക്കുന്നു. എനിക്കെൻ്റെ സൽപ്പേര് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജാവ് മരിച്ചു കഴിഞ്ഞു. ലോകം അവസാനിക്കാറായി. ഹേ സ്ത്രീ, ഇക്കാര്യത്തിൽ ഭവതിയുടെ ഉപദേഷ്ടാവ് ആരാണ്? പറയൂ, ആരാണ് ദുഷ്ടപ്രവൃത്തി ചെയ്തത്? രാജാവ് ഒരു വെറും ജഡമായി കഴിഞ്ഞു. രാമൻ മരത്തിലുമാണ്. ഭവതിയുടെ രാജ്യലാഭം നിമിഷത്തേക്ക് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത്. ദൈവമേ, ഞാൻ ഇനി എന്തു ചെയ്യും? ഭവതി രാമനെ നാടുകടത്തി. ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരിയുമായി. ഭവതിയിൽ നിന്ന് ജനിച്ച പുത്രനാണ് എന്നുള്ള ഈ അപമാനം ഞാനിനി എങ്ങനെ നേരിടും? ഭവതിയുടെ ക്രൂരതയുടെ അളവ് തിട്ടപ്പെടുത്തുവാനാവില്ല. കഴുത്തിൽ കയർ കെട്ടി തൂങ്ങിച്ചാവാമായിരുന്നില്ലേ ഭവതിക്ക്? അഥവാ വിഷം കഴിക്ക് മരിക്കാമായിരുന്നല്ലോ. എൻ്റെ മുമ്പിൽ നിന്ന് പോവൂ. സമുദ്രത്തിൽ മുങ്ങിച്ചാവൂ. അഥവാ കത്തുന്ന തീയിൽ പോയി ചാടി മരിക്കൂ. സോമനസാലെ ഞാൻ ഭവതിയെ കൊല്ലുമായിരുന്നു. എൻ്റെ വന്ധ്യജ്യേഷ്ഠനായ രാമൻ മാതുഹത്യ പാപത്തിന് എന്നെ കുറ്റക്കാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അതുതന്നെ ചെയ്യുമായിരുന്നു. ആ ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് വാളെടുത്ത് ഭവതിയുടെ തലവീശുവാൻ ഞാൻ മടിക്കുന്നത്. കൈകേയി അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടേയിരുന്നു. അവളൊന്നും പറഞ്ഞില്ല. ഭരതൻ ചോദിച്ചു, എനിക്ക് ഈ ദുഷ്പേര് വരുത്തി തീർക്കവണ്ണം എന്ത് തെറ്റാണ് ഞാൻ ഭവതിയോട് ചെയ്തത്? കൈകേയി പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയല്ലേ. നിന്റെ ഭാവിയിൽ എനിക്ക് താല്പര്യമില്ല. നീ കോസലത്തിലെ രാജാവായി കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു.
നീ എന്നോട് ഇത്ര പരുക്ഷ വാക്കുകൾ പറയുന്നല്ലോ. ഞാനത് അർഹിക്കുന്നില്ല. ഞാൻ നിനക്കൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഈ വിധം സംസാരിക്കുമെന്ന് എന്തിനാണ്? നിന്റെ അച്ഛൻ മരിച്ചുപോയി. നിന്റെ 2 സഹോദരന്മാരെ കാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു. നീ എന്നോട് കോപിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ഒരു ഫലവുമില്ല. നിന്റെ അമ്മ പറയുന്നത് ശ്രദ്ധിക്കൂ. വളരെയേറെ കഷ്ടപ്പെട്ട് നിനക്കായി സമ്പാദിച്ച സിംഹാസനം സ്വീകരിക്കുകയും ചെയ്യും. ഭരതൻ പറഞ്ഞു, എൻ്റെ പിതാവോ പോയി. പിതൃതുല്യനായ രാമനും ദൂരെ പോയിരിക്കുന്നു. എനിക്കിനി ഈ ലോകത്തിൽ എന്താണുള്ളത്? ഭവതി എനിക്ക് ഈ ദുഃഖം വരുത്തി തീർത്തു. എൻ്റെ ജീവിതം ഭവതി നശിപ്പിച്ചിരിക്കുന്നു, വിഷലിപ്തമായിരിക്കുന്നു. ഭവതി കാരണം മഹത്തായ ഇക്ഷ്വാകു വംശം തന്നെ നശിക്കാറായിരിക്കുന്നു. ഭവതി ഒരു കനൽക്കട്ടയാണെന്നുള്ള അറിയാതെ നിർഭാഗ്യവാനായ എൻ്റെ അച്ഛൻ ഭവതിയെ മടിയിലിരുത്തി താലോലിച്ചു. ഭവതി അദ്ദേഹത്തെ മരണദേവതയ്ക്ക് കാഴ്ചവെച്ചു. രാമനോടും ഇതുതന്നെ ചെയ്യുവാൻ ഭവതിക്ക് എങ്ങനെ തോന്നി? അദ്ദേഹം ഭവതിയെ കൗസല്യാദേവിയെ പോലെ തന്നെ സ്നേഹിച്ചിരുന്നുവല്ലോ. ഭവതി തന്നെ അത് പലപ്പോഴും പറയാറുള്ളതുമാണല്ലോ. അമ്മ കൗസല്യയാണെങ്കിൽ ഭവതിയെ ഒരു അനുജത്തെ പോലെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. അതേ രാമൻ ഇപ്പോൾ കാട്ടിലൊരു യാചകനെ പോലെ തെണ്ടി നടക്കുന്നതിൽ ഭവതിക്ക് ദുഃഖം തോന്നുന്നില്ലേ? അദ്ദേഹത്തെ ഇത്ര ദുഃഖച്ചയത്തിൽ അയച്ച ഭവതിക്കൊരു പശ്ചാത്താപവും തോന്നുന്നില്ലേ? ഭവതിയുടെ ലോപം ഭവതിയെ അന്ധയാക്കിയിരിക്കുന്നു. എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുവാൻ ഭവതിക്ക് കഴിയാത്തതിനാലാണ് എനിക്കിപ്പോഴും വിഷമം. ഒരു നിമിഷ നേരമെങ്കിലും ഭവതി ചിന്തിച്ചിരുന്നു ഞാൻ ഈ രാജ്യഭാരം കയ്യേറുമെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചു. ജ്യേഷ്ഠൻ നാടുകടത്തപ്പെട്ടു. ഈ സ്ഥിതിയിൽ ഇതേവരെ എൻ്റെ അച്ഛൻ അലങ്കരിച്ചു പോകുന്ന സിംഹാസനത്തിൽ ഞാൻ കയറിയിരിക്കുമെന്ന്, ഇരിക്കുവാൻ ധൈര്യപ്പെടുമെന്ന് ഭവതി വിചാരിച്ചിരുന്നു. ആ വിധം ഒരു പാപകർമ്മം ചെയ്യുമെന്നതിനേക്കാൾ ഭേദം ഞാൻ മരിക്കുകയാണ്. അതുണ്ടാവാൻ പോകുന്നത് സൂര്യവംശത്തിലെ ചിരകാല നടപ്പാണ് മൂത്തപുത്രൻ രാജ്യം ഭരിക്കുക എന്നത്. കനിഷ്ഠ സഹോദരന്മാർ അദ്ദേഹത്തെ സഹായിക്കുക എന്നത്. എത്രയോ കാലമായിട്ടുള്ള നാട്ടു നടപ്പാണിത്. ഭവതി അതിനെ ആദരിച്ചില്ല. ഇത്ര പ്രധാനമായ ഒരു സംഗതി ഭവതിക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞു? ഭവതിയുടെ കുലമഹിമ നോക്കിയാൽ അതും കുറ്റമറ്റതാണല്ലോ. ഭവതിയുടെ അച്ഛൻ ശ്രേഷ്ഠനായ ഒരു രാജാവാണ്. ഭവതിയുടെ ജ്യേഷ്ഠനും അപ്രകാരം തന്നെ. ഭവതിയുടെ പിതാവിൻ്റെ പൂർവികരും ധർമ്മിഷ്ഠന്മാർ തന്നെ. അപ്രകാരമുള്ള ഒരു മഹാപുരുഷന് ഇങ്ങനെയുള്ള ഒരു പുത്രി എങ്ങനെ ഉണ്ടായി? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഭവതി ആഗ്രഹിക്കുന്നത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. അതിലും ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഞാൻ ഈ നിമിഷം തന്നെ കാട്ടിലേക്ക് പോകും. എൻ്റെ ജ്യേഷ്ഠൻ രാമനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. പാപരഹിതനായ രാമനെ, അയോധ്യ നിവാസികൾക്ക് പ്രിയങ്കരനായ രാജകുമാരനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അദ്ദേഹത്തെ രാജാവാക്കും. ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ ദാസൻ എന്ന പോലെ പരിചരിക്കും. എന്നെ പ്രസവിച്ച ഈ രാക്ഷസിയുടെ പാപം അങ്ങനെ കഴുകിക്കളയുവാൻ ഞാൻ ശ്രമിക്കും. ശ്രേഷ്ഠനായ ഭരതന് മുഴുവൻ കാര്യങ്ങളും ശരിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അമ്പരപ്പ് മൂലം അദ്ദേഹത്തിൻ്റെ തല കായുകയായിരുന്നു. താൻ ഇവിടെ നിന്ന് മാറി നിന്ന ഹ്രസ്വമായ കാലയളവിനുള്ളിൽ പിതാവ് മരിച്ചിരിക്കുന്നു. ജ്യേഷ്ഠൻ നാടുകടത്തപ്പെട്ടിരിക്കുന്നു. തന്നെ രാജാവാക്കുവാൻ വേണ്ടി അമ്മ ചെയ്ത കുൽസിത പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് എന്തു ചെയ്യുവാൻ കഴിയും? അദ്ദേഹം അലറി, ഭവതി ഈ രാജ്യത്തിൽ നിൽക്കേണ്ട, പോകൂ, ഇവിടെ നിന്ന് പോകൂ. ഞാൻ മരിച്ചതായി ഭവതിക്ക് വേഗം കാണാറാകും. ഭവതിക്കിപ്പോൾ ഒരു ശേഷിയേ ഉള്ളൂ, നഗരത്തിൽ നിന്ന് നാടുകടത്തിൽ തന്നെ. ഭവതിക്കായി ഒരു പ്രത്യേക നരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമെന്നത് തീർച്ചയാണ്. ഒരു സാധാരണ പാപമല്ല ഭവതി ചെയ്തത്. ഭവതിയുടെ സൽപ്പേരോ പോയി. ജനങ്ങൾ ഭവതിയെപ്പറ്റി ഭാവിയിൽ ദുഷിച്ച് സംസാരിക്കും. സൂര്യചന്ദ്രന്മാർ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കും കാലം വരെ ഭവതിയുടെ ഈ ചെയ്ത്തിനെപ്പറ്റി അവർ ഓർമ്മിക്കുകയും ചെയ്യും. എന്നെപ്പറ്റിയാണെങ്കിൽ ഭവതിയുടെ പുത്രൻ എന്നെ അപഖ്യാത കാരണം ഈ ദുഷ്ടപ്പേര് എൻ്റെ പേരിനോടും എന്നും ഒട്ടിച്ചിടിക്കും. ഭവതിയെ ഞാൻ മേലാൽ എൻ്റെ അമ്മയായി അംഗീകരിക്കുന്നില്ല. ഭവതിയുടെ ആ സ്ഥാനം ഞാൻ നിരസിക്കുന്നു. നിസ്സഹായകളായ എൻ്റെ അമ്മമാർ കൗസല്യയും സുമിത്രയും എന്തെന്നില്ലാത്ത ദുഃഖം അനുഭവിക്കുകയാണ്. എൻ്റെ സഹോദരന്മാർ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ അച്ഛൻ എന്നേക്കുമായി എന്നെ വിട്ടുപോയിരിക്കുന്നു. ഒരു കയ്യേറ്റക്കാരൻ എന്ന മട്ടിലാണ് ജനങ്ങൾ എന്നെ നോക്കുന്നത്. രാമനിൽ നിന്ന് ബലമായി പിരിച്ചെടുത്ത സിംഹാസനം ഞാൻ സ്വീകരിക്കുമെന്ന് ഭവതിക്ക് എങ്ങനെ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുവാൻ കഴിഞ്ഞു? എൻ്റെ അച്ഛൻ്റെ ജീവൻ തന്നെയാണല്ലോ അത് നേടുവാനുള്ള വില. ഭവതി കാരണം കൗസല്യ അതിയായ ദുഃഖം അനുഭവിക്കുകയാണ്. അതിനുള്ള ശിക്ഷ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഭവതി അനുഭവിക്കും. കാട്ടിൽ നിന്ന് രാമനെ തിരിച്ചുകൊണ്ടുവരുന്നതും അദ്ദേഹത്തിൻ്റെതായ സിംഹാസനം അദ്ദേഹത്തെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതുവരെയും എനിക്ക് വിശ്രമിക്കുവാനാവില്ല. കൗസല്യയുടെ തകർന്ന ഹൃദയത്തിന് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കണിയെങ്കിലും ഉണ്ടാക്കുവാൻ ഇതേ ഒരു വഴിയുള്ളൂ. ഒരതിർത്തി വരെ എൻ്റെ മാന്യത നിലനിർത്തുകയും ഇതുതകും. ഭരതൻ വികാരവശനായി തീർന്നു. അദ്ദേഹം പിന്നെയും ബോധമറ്റ് വീണു. അല്പം കഴിഞ്ഞ് അംഗങ്ങൾക്ക് ശരീരത്തെ താങ്ങി നിർത്താമെന്നായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. കോപത്താൽ കണ്ണുകൾ ചുവന്നും വസ്ത്രങ്ങൾ അഴിഞ്ഞ് ചെളിപുരണ്ടും എന്തെല്ലാമില്ലാതെ കണ്ണുനീരൊഴുകിയും
നിരാശ മൂലം സ്വർണ്ണാഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞും രാജകുമാരനായ ഭരതൻ കൈകേയിയുടെ മുറിയിൽ നിന്ന് നടന്നകുന്നു. അദ്ദേഹത്തിന്റെ കാൽവെപ്പിൽ ഭൂമി കുലുങ്ങി. അത്രമാത്രം കോപാവിഷ്ടനായിരുന്നു സാക്ഷാൽ ഭരതൻ. ഭരതൻ മടങ്ങി വന്നിരുന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാനായി കാത്തു നിന്നിരുന്ന മന്ത്രിമാരുടെയും മറ്റുള്ളവരുടെയും അടുത്തേക്ക് അദ്ദേഹം വേഗത്തിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എനിക്ക് രാജ്യത്തിന് മോഹമില്ല. എൻ്റെ അമ്മയായിരുന്ന സ്ത്രീയോട് എനിക്കൊരു സ്നേഹവുമില്ല. രാജാവ് നിശ്ചയിച്ച കിരീടധാരണത്തെപ്പറ്റി ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ശത്രുഘ്നനും ഒന്നിച്ചിരുന്ന കേകയത്തിൽ പോയിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാം അത് അറിവുള്ളതാണല്ലോ. എൻ്റെ മാന്യനായ ജ്യേഷ്ഠൻ രാമനും സീതയും ലക്ഷ്മണനും വനത്തിലേക്ക് അയക്കപ്പെട്ടതിനെപ്പറ്റി എനിക്കൊരറിവും ഉണ്ടായിരുന്നില്ല. ഹൃദയം ഭേദിക്കുമാർ ഭരതൻ വിങ്ങിക്കരഞ്ഞു. കൗസല്യ ഭരതന്റെ ശബ്ദം കേട്ടു. അവൾ സുമിത്രയോട് പറഞ്ഞു, ക്രൂരയായ കൈകേയിയുടെ പുത്രൻ ഭരതൻ കേകയത്തിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നു. എനിക്കവനെ കാണണം. ഇത്രയും മുൻകരുതലുള്ള അനുഗ്രഹീതനായ രാജകുമാരനെ എനിക്കൊന്ന് കാണണം. ദുഃഖം കൗസല്യയെ കഠിനമാക്കി. മുമ്പില്ലായിരുന്ന ഒരു കഠിനസ്വരം അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അവളുടെ മുഖത്ത് തേജസ് നഷ്ടപ്പെട്ടിരുന്നു. അവൾ ചെളിപുരണ്ട പട്ടുവസ്ത്രങ്ങൾ അശ്രദ്ധമായി ഉടുത്തിരുന്നു. അവളുടെ ശരീരം പലപ്പോഴും വിറവുണ്ടിരുന്നു. നടത്തം പതറിയിരുന്നു. ഭർത്താവും പുത്രനും നഷ്ടപ്പെട്ട അവൾ പെട്ടെന്ന് വൃദ്ധയായതുപോലെ തോന്നി. കൗസല്യയെ കണ്ടുമുട്ടുവാനുള്ള ഔത്സുക്യത്തോടെ ഭരതൻ അവളുടെ അന്തഃപുരത്തിലേക്ക് അതിവേഗം നടന്നു. അതേസമയം അവളും പുറത്തു വന്നു. വഴിമധ്യേ അവർ തമ്മിൽ കണ്ടുമുട്ടി. ചടച്ചു മെലിച്ചിരുന്ന കൗസല്യയെ ഭരതൻ കെട്ടിപ്പിടിച്ചു. അവൾ ഭരതന്റെ നേരെ നോക്കി. വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അവൾ ഉച്ചരിച്ചത്. അവൾ പറഞ്ഞു, നിന്റെ അമ്മയായ കൈകേയി എത്ര എളുപ്പത്തിലാണ് രാജ്യം കൈക്കലാക്കിയത്. നിനക്കിപ്പോൾ തടസ്സങ്ങൾ തീർന്ന് മാർഗം സുഖമായിരിക്കുന്നു. സിംഹാസനത്തിൽ വേഗം കയറിയിരിക്കാം. ഇത്രയും കഴിവുള്ള ഒരു അമ്മയെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെ. എൻ്റെ പുത്രനെ മരവരി ഉടുപ്പിച്ച് കാട്ടിലേക്ക് അയക്കുവാൻ കൈകേയിക്ക് കഴിഞ്ഞു. എൻ്റെ പുത്രനോട് ഇത് ചെയ്തതു മുതൽ അവൾ അതിശയകരമാം വിധം ആഹ്ലാദത്തിലാണ്. അവളോട് ഒരു ഉപകാരം ചെയ്തു തരാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. രാമനുള്ളിടത്തേക്ക് എന്നെ കൂടി പറഞ്ഞയച്ചാൽ, അതിന് ദയുണ്ടായാൽ, ഞാൻ അറിഞ്ഞിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും കനിവുള്ളവരായിരിക്കും അവൾ. അല്ലെങ്കിൽ ഞാൻ അവളെ ആശ്രയിക്കുന്നതിന് എന്തിനാണ്? സുമിത്രയോടുകൂടി ഞാൻ തന്നെ കാട്ടിലേക്ക് പുറപ്പെട്ടേക്കാം. അയോധ്യയിൽ എനിക്കിനി ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം. ദുഃഖാർത്തിയായ ഒരു വൃദ്ധയോട് നിനക്കല്പമെങ്കിലും കനിവുണ്ടെങ്കിൽ എൻ്റെ പുത്രൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുവാൻ എന്നെ ഒന്ന് സഹായിക്കുക. ഗൃഹത്തിലെ ഒരു അവാസഗ്നി ഞാൻ കാട്ടിൽ വെച്ച് സശ്രദ്ധയും സംരക്ഷിച്ചു കൊള്ളാം. ഐശ്വര്യം കരകവിഞ്ഞൊഴുകുന്ന ധനസമൃദ്ധമായ രാജ്യം നിനക്കും നിന്റെ അമ്മയ്ക്കും ഒരുമിച്ച് വാഴാം. നീ അമ്മയോടൊത്ത് അത് യഥേഷ്ടം അനുഭവിച്ചു കൊള്ളുക. ഞാൻ എൻ്റെ കുഞ്ഞിനോടൊപ്പം സമാധാനവും ശാന്തിയും കൈവരിക്കട്ടെ. ശരം തുളച്ചു കയറും പോലെ മൂർച്ചയുള്ള വാക്കുകളാണ് കൗസല്യ ഉപയോഗിച്ചത്. അത് പുണ്ണിൽ ചുണ്ണാമ്പ് തേക്കും പോലെയായിരുന്നു ഭരതന്. അദ്ദേഹം പാപമറ്റവനായിരുന്നു. അത് അദ്ദേഹത്തിന് സഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പിടഞ്ഞ് ബോധം കെട്ടു വീണു. അതിൽ നിന്നുണർന്നപ്പോൾ അദ്ദേഹം അവളെ ദണ്ഡനമസ്കാരം ചെയ്തു. അദ്ദേഹം അവളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. കണ്ണുനീർ കൊണ്ട് അവയെ കഴുകി. കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹം അവളുടെ മുമ്പിൽ നിന്നു. അദ്ദേഹം കഠിന ദുഃഖം അനുഭവിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അമ്മേ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ചിലത് നടന്നതിന് എന്നെ കുറ്റപ്പെടുന്നത് ശരിയല്ല. രാമനോടുള്ള എൻ്റെ ഭക്തി അമ്മയ്ക്ക് അറിവുള്ളതാണല്ലോ. എനിക്ക് അദ്ദേഹം ദൈവത്തെ പോലെയാണ്. ഞാൻ അദ്ദേഹത്തെ പൂജിക്കുന്നു. മഹാനും ശ്രേഷ്ഠനുമാണ് രാമൻ. അദ്ദേഹത്തിന് സത്യം മാത്രമാണ് മതം. അദ്ദേഹത്തെയാണ് കാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നാൽ എൻ്റെ അമ്മേ, ഒരു നിമിഷം പോലും ചിന്തിക്കരുതേ എൻ്റെ അമ്മയുടെ ഈ നീചകൃത്യത്തിന് ഞാനും പങ്കാളിയായിരുന്നെന്ന്. ഞാനത് വാസ്തവത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷകളെല്ലാം എനിക്ക് കിട്ടിക്കൊള്ളട്ടെ. ഉറങ്ങിക്കിടക്കുന്ന ഒരു പശുവിനെ ചവിട്ടുക എന്ന പാപം ഒരു യജമാനൻ ഭൃത്തിനെ കൊണ്ട് കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കുക എന്നത്, പ്രജകളിൽ നിന്ന് പണം പിരിച്ചത് അവരെ വേണ്ടവിധം പാലിക്കാതിരിക്കുക, യാഗം നടത്തിയിരുന്ന ഋഷിമാരെ വേണ്ടവിധം ബഹുമാനിക്കാതിരിക്കുക, ഭാര്യയും മക്കളെയും പട്ടിണി കിടക്കുമ്പോൾ ഒരാൾ തനിയെ മൃഷ്ടാന്തം ഭുജിക്കുക, രാജാവിനെ വധിക്കുക, ഒരു സ്ത്രീയെ അഥവാ ഒരു വൃദ്ധനെ അഥവാ ഒരു ശിശുവിനെ കൊല്ലുക, ഇവയെല്ലാം അതിൽപ്പെടും. ഉടുക്കുവാൻ ഉടുതുണിയില്ലാതെ കീറത്തുണി കൊണ്ട് ദേഹം മറച്ച് കയ്യിലൊരു കവലവുമായി തെണ്ടുന്ന ഒരു പിച്ചക്കാരനെ പോലെ ഞാൻ കഷ്ടപ്പെട്ടു കൊള്ളട്ടെ. അമ്മേ, എന്നെപ്പറ്റിയുള്ള അമ്മയുടെ ചിന്താശരി സത്യമാണെങ്കിൽ ലക്ഷക്കണക്കിനുള്ള മറ്റു ശിക്ഷകൾ എന്നിൽ വന്നു ചേരട്ടെ. ജ്യേഷ്ഠനെ നാടുകടത്തിയും അച്ഛനെ മരിക്കാൻ വിട്ടും ഞാൻ സിംഹാസനത്തിനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ജന്മത്തിലെ പാപം എനിക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്നെപ്പറ്റിയും രാമനോട് എനിക്കുള്ള ഭക്തിയെപ്പറ്റിയും നല്ലപോലെ അറിവുണ്ടായിരുന്നിട്ടും ഭൗതിക്ക് എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ വിശ്വസിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു? ഇത്രയെല്ലാം പരോക്ഷമായി സംസാരിച്ചതിന് ഇപ്പോൾ കൗസല്യയ്ക്ക് ആത്മനിന്ദ തോന്നി. അവൾ ദുർഘാതയായ ഭരതനെ തലോടിക്കൊണ്ട് പറഞ്ഞു, കരയരുത് കുഞ്ഞെ, ദുഃഖിക്കരുത്. കുറച്ചു നാളായി ഞാൻ അതീവ ദുഃഖത്തിലാണ്.
ദുഃഖം എന്നെ അന്ധയാക്കി തീർത്തു. അതുകൊണ്ടാണ് നിന്നോട് ഈ വിധമൊക്കെ പറയുവാനിടയായത്. നീ എനിക്ക് മാപ്പ് തരണം. നീ നിന്റെ ദുഃഖം കൊണ്ട് എൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. താനേ വന്നു ചേർന്ന സിംഹാസന ലബ്ധിയിൽ മനം മയങ്ങാതിരിക്കുക. നിന്റെ ദൃഢചിത്ത അത്ഭുതവാഹം തന്നെ. നിന്നെ ഈശ്വരൻ രക്ഷിക്കട്ടെ. നീ ശ്രേഷ്ഠനായ ഒരു രാജകുമാരനാണ്. ഇത്രയും നിസ്വാർത്ഥമായിട്ടുള്ള നിനക്ക് തീർച്ചയായും സ്വർഗത്തിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. കൗസല്യയുടെ കണ്ണുനീർ ഭരതൻ്റേതുമായി സമ്മേളിച്ചു. കൗസല്യയുടെ വാക്കുകളിൽ ഒരു പരിധിവരെ ഭരതന് സമാധാനമുണ്ടായി. തൻ്റെ വാക്കുകൾ അവൾ വിശ്വസിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടനായി. അന്ന് രാത്രി അദ്ദേഹം കൗസല്യയുടെ അന്തഃപുരത്തിൽ കഴിച്ചുകൂട്ടി. രാത്രി മുഴുവൻ അവൾ രാമനെ പറ്റിയും രാജാവിനെ പറ്റിയും ഭരതൻ ദൂരത്തായിരുന്ന സമയത്ത് അയോധ്യയിൽ നടന്ന കഠിന സംഭവത്തെപ്പറ്റിയും സംസാരിച്ചു കൊണ്ടേയിരുന്നു. ജ്ഞാനിയായ വസിഷ്ഠൻ അതിരാവിലെ ഭരതൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ പുത്ര, ഈ ദുഃഖം അകറ്റൂ. മേലാൽ വേണ്ടത് ചെയ്യൂ. അങ്ങയുടെ ശ്രേഷ്ഠനായ പിതാവിൻ്റെ ഭൗതിക ശരീരം വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠപുത്രനായ രാമനാണ് അദ്ദേഹത്തിൻ്റെ ശേഷക്രിയകൾക്ക് അർഹനെങ്കിലും അദ്ദേഹം വനവാസത്തിലാകിയാൽ അങ്ങാണ് അതെല്ലാം വേണ്ടതുപോലെ ചെയ്യേണ്ടത്. ഒരുപക്ഷെ ഗുരുവിൻ്റെ അവസാന വാക്കുകളിൽ ഭരതനൊരു പുച്ഛരസം കണ്ടിരിക്കാം. അഥവാ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയതാവാം. എന്തായാലും അദ്ദേഹം അതൊന്നും പുറത്തു കാണിച്ചില്ല. കണ്ണു തുടച്ച് അദ്ദേഹം ഗുരുവിൻ്റെ പിന്നാലെ അച്ഛൻ കിടക്കുന്നിടത്തേക്ക് നിശബ്ദം നടന്നു. ശത്രുഘ്നൻ അദ്ദേഹത്തെ പിന്തുടർന്നു. അവർ തങ്ങളുടെ പിതാവിനെ കണ്ടു. ഒരാഴ്ചയിലധികം എണ്ണയിലിട്ടിരുന്നതിനാൽ രാജശരീരത്തിൻ്റെ ചർമ്മത്തിൽ മഞ്ഞ നിറം കയറിയിരുന്നു. ദർഭ വിരിച്ച് അതിൽ കിടത്തിയ നിലയിലാണ് ഭരതൻ പിതാവിനെ കണ്ടത്. ദർഭ വിരിച്ച് അതിൽ കിടത്തിയ നിലയിലായി തോന്നി. ആ മുഖത്ത് നിതാന്തമായ പ്രഭാത ശാന്തമുണ്ടായിരുന്നു. ഭരതൻ ഈ കാഴ്ച ഹൃദയഭേദകമായി തോന്നി. അദ്ദേഹം ഒരു ശിശുവിനെ പോലെ കരഞ്ഞു. ഇങ്ങനെ പറയുകയും ചെയ്തു, അച്ഛാ, രാമനെ വേർപെട്ട് അങ്ങ് എവിടേക്കാണ് പോയത്? രാമൻ അടുത്തില്ലാതെ സ്വർഗത്തിൽ പോലും അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞുകൂടും? ഇനിയിപ്പോൾ രാജ്യം ആർ ഭരിക്കും? ഈ നഗരം വൈദ്യം ബാധിച്ച് സുന്ദരിയായ സ്ത്രീയെ പോലെയായിരുന്നു. ചന്ദ്രപ്രകാശമില്ലാത്ത രാത്രി പോലെ ഭയാനകവുമായിരിക്കുന്നു. ഭരതൻ്റെ മനോവ്യത കുറയ്ക്കുവാൻ വസിഷ്ഠൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭരത, വരൂ, സമാധാനപ്പെടൂ. എഴുന്നേറ്റ് ശാന്തതയോടും ധീരതയുമായി ശേഷക്രിയകൾ ചെയ്യൂ. അങ്ങ് ധൈര്യവും നിശ്ചാർത്ഥദാർഢ്യവുമുള്ള ഒരു രാജകുമാരനാണ്. അതിരു കഴിഞ്ഞ ദുഃഖത്തിൽ വഴങ്ങരുത്. അത് മനസ്സിനെ ബലഹീനമാക്കും. ഈ ദുഃഖം വലിച്ചെറിയും. കുലഗുരുവായ വസിഷ്ഠൻ ശ്രേഷ്ഠക്രിയകൾക്കുള്ളതിൽ ഒരുക്കുകയായിരുന്നു. കൊട്ടാരത്തിലെ വിശാലമായ മുറിയിൽ ഋത്തുക്കളും പുരോഹിതന്മാരും ഒന്നിച്ചുകൂടിയിരുന്നു. കെടാതെ സൂക്ഷിക്കുന്ന രാജാവിൻ്റെ ഔവാസാഗ്നി കൊണ്ടവരപ്പെട്ടു. അതിൽ ആജ്യാഹുതികൾ ചെയ്തു. ശത്രുഘ്നനെ അടുത്തിരുത്തി ഭരതൻ തന്നെയാണ് എല്ലാ ചടങ്ങുകളും നിർവഹിച്ചത്. അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ല. ഒരിറ്റ് കണ്ണീർ പോലും പൊഴിച്ചില്ല. ഒന്നും പറയാതെ ചെയ്യുവാൻ പറഞ്ഞതെല്ലാം ഭംഗിയായി ചെയ്തു. ചടങ്ങിൻ്റെ അവസാന ദിവസമായി. പുഷ്പങ്ങളാലും പട്ടുകളാലും വിധാനിപ്പേട്ട പല്ലക്കിൽ രാജാവിൻ്റെ ശരീരത്തെ കിടത്തി. അമലന്മാർ നിരുദ്ധകണങ്ങളായി അദ്ദേഹത്തെ ശ്മശാനഘട്ടത്തിലെത്തിച്ചു. അയോധ്യ നിവാസികൾ അബലവൃതം അവിടെ എത്തിയിരുന്നു. മരണൻ രാജാവിനെ നിന്ദിയിൽ നിന്ന് രക്ഷിച്ചു. ജനങ്ങളുടെ കോപം കൈകേയിയുടെ നേരെയായി. രാജാവിനോടെല്ലാവർക്കും അനുകമ്പയായി. അവർ അത്യധികം ദുഃഖിക്കുകയും ചെയ്തു. ചിത കത്തി ഉയർന്നപ്പോൾ സർവത്ര സുഗന്ധം വരുന്നു. ചന്ദനം, സരസ്, പത്മക, ദേവദാരു എന്നിവയുടെ ഉൾപ്പെടെയായിരുന്നു ആ ചിത. രാജാവ് പിതൃലോകത്തെത്തിയിരിക്കുന്ന ആ അഗ്നിയെ ഋത്തുക്കളിൽ വേണ്ട വിധം പൂജിച്ചു. സാമവേദനം ആലപിക്കപ്പെട്ടു. കീഴ്നടപ്പനുസരിച്ച് പ്രേത സംസ്കാര സംഘം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. രാജ്ഞിമാർ പല്ലക്കുകളിൽ അവരെ അനുഗമിച്ചു. രാജാവിനെ ചിതയിൽ കിടത്തി. പരിഭാവനമാകട്ടെ അഗ്നിയിൽ കൊണ്ട് ചിത കൊളുത്തി. ദശരഥന്റെ ശരീരം താമസിയാതെ പഞ്ചഭൂതത്തിൽ ലയിച്ചു. സരയൂ നദിയിൽ സ്നാനം ചെയ്ത ശേഷം രാജകുടുംബങ്ങളും മറ്റും കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. രാജ്ഞിമാരും ഭരതശത്രുഘ്നന്മാരും വെറും നിലത്ത് കിടന്ന് രാത്രി കഴിച്ചുകൂട്ടി. 12-ാം ദിവസം പിതൃശ്രാദ്ധമൂട്ടി. 13-ാം ദിവസം സാധുക്കൾക്കും ബ്രാഹ്മണർക്കും ദാനങ്ങൾ നൽകി. പിതാവിനെ പോലെ ഭരതനും ദാനത്തിൽ ഉദാരമതനായിരുന്നു. 13-ാം ദിവസം സഞ്ചയത്തിന് ചിതയിൽ നിന്ന് എല്ലാവരും പിറക്കിയെടുക്കുന്ന എന്ന കർമ്മത്തിന് രാജകുമാരന് പോവേണ്ടതുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഭരതൻ ആകെ തകർന്നത്. അദ്ദേഹം അച്ഛനെപ്പറ്റി ചിന്തിച്ചു. ഉയർന്ന് ഉത്തിഷ്ഠന്മാരായ അദ്ദേഹം രൂപം, ശ്രേഷ്ഠനായ നോട്ടം, പുത്രന്മാരോട് ഒന്നിച്ചിരിക്കുമ്പോഴുള്ള മന്ദഹാസം, കാര്യാലോചനയ്ക്കായി സഭാമന്ദിരത്തിലേക്ക് ഇരിക്കുവാനുള്ള ഗൗരവ ദൃഷ്ടി, കൈകേയിയുടെ അന്തഃപുരത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രണയഭാവം, ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്നു. അവയെല്ലാം ഇതാ ഒരുപിടി ചാരമായി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, കഷ്ടപ്പാട് എന്താണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അങ്ങ് ഞങ്ങളെ വിട്ട് എവിടേക്കാണ് പോയിരിക്കുന്നത്? ഞങ്ങൾ ഉണ്ണുമ്പോൾ, ഉറങ്ങുമ്പോൾ,
കളിക്കാൻ പുറത്തു പോകുമ്പോൾ അപ്പോഴെല്ലാം അങ്ങയുടെ സ്നേഹപൂർണമായ ദൃഷ്ടി ഞങ്ങളെ പിന്തുടരുന്നത്. ഞങ്ങൾ അങ്ങയുടെ തണലിൽ അഹങ്കരിച്ചു. ആരുണ്ടിനി ഞങ്ങളെപ്പറ്റി ചിന്തിക്കാൻ? എൻ്റെ പിതാവും പിതൃതുല്യനായ ജ്യേഷ്ഠനും എന്നെ വിട്ടുപോയ സ്ഥിതിക്ക് എനിക്കിനി ഈ നഗരത്തിൽ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഞാനൊന്നെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ കാട്ടിൽ പോയി തപസ്യയായി ജീവിക്കും. ഞാൻ നഗരത്തിലേക്ക് ഇനി മടങ്ങില്ല. വസിഷ്ഠൻ വീണ്ടും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഭരത, അങ്ങൊരു ബുദ്ധിമാനാണ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് സ്ത്രീകളെ പോറ്റി മുറവിളി കൂട്ടരുത്. ഭീരുത്വം വിടിഞ്ഞ് സ്വന്തം ചുമതല ചെയ്തു തീർക്കുക. വരൂ, ചിതയിൽ ബാക്കിയുള്ള എല്ലുകൾ ശേഖരിക്കും. ഭരത, മനുഷ്യർക്ക് 3 തരം ദ്വന്ദ്ങ്ങൾ അനുഭവിക്കാതെ നിവൃത്തിയില്ല. അവ പൈതാഹങ്ങൾ, സുഖദുഃഖങ്ങൾ, ജനന മരണങ്ങൾ എന്നിവയാണ്. അവ അപഹാര്യങ്ങളാണ്. ഒരാൾ എപ്പോഴും അതിനൊരുങ്ങിയിരിക്കണം. അവയെ തരണം ചെയ്യുവാൻ ശ്രമിക്കുകയും വേണം. ലോകം ഇവയ്ക്കും ആ സമയമായ മറ്റു ദ്വന്ദ്ങ്ങൾക്കും ഉൾപ്പെടെയുള്ളതാണ്. ഇവ തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ് ജീവിതം. ഇവ മനുഷ്യനെ അവശനാക്കുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് അവയെ കീഴടക്കണം. മരണത്തെ ഒരിക്കലും ആർക്കും തടുക്കുവാനാവില്ല. മനുഷ്യനായി ജനിച്ചാൽ അവന് മരണമുണ്ട്. അത് പ്രകൃതി നിയമമാണ്. അങ്ങയുടെ പിതാവ് പരിതാപകരമായ ചുറ്റുപാടിലാണ് മരിച്ചത് എന്നത് ശരിയാണ്. അത് വിധിവിഹിതം മാത്രമാണ്. വിധിയെ തടുക്കുവാൻ ആർക്കും ആവില്ല. ദുഃഖത്തിന് വഴങ്ങരുത്. അച്ഛൻ്റെ മരണം പോലുമുള്ള ആഘാതം അസഹനീയം തന്നെയാണ് എന്നെനിക്കറിയാം. എങ്കിലും പുരുഷനായ അങ്ങ് ഈ അതിരുകടന്ന ദുഃഖത്തെ വർജിക്കണം. നിസ്സഹായികളും ദുഃഖിതകളുമായ സ്ത്രീകൾക്ക് അങ്ങ് ആശ്വസിപ്പിക്കണം. സുമന്ത്രനും ഭരതനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. രാജാവിന് വളരെ പ്രിയനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദുഃഖം അപാരമായിരുന്നു. രാമനെ വനത്തിൽ വിട്ട് തിരിച്ചു വന്ന് രാമന്റെ സന്ദേശം രാജാവിനെ ധരിപ്പിച്ചപ്പോഴേക്കും അദ്ദേഹം തീവ്ര ദുഃഖം അനുഭവിച്ചു. എങ്കിലും അദ്ദേഹം ഭരതനെ സമാധാനിപ്പിക്കുവാൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു. ആ രാജകുമാരന്മാർ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ചുമതല ചെയ്തുകൊണ്ടേയിരുന്നു. അച്ഛൻ്റെ അസ്ഥികൾ പെറുക്കിയെടുത്ത് ഗുരു കാട്ടിലേക്കെടുത്ത് സ്ഥാനം കാണിച്ച് അവർ നിർമ്മാർജ്ജനം ചെയ്തു. പരേതന് അഞ്ജലി അർപ്പിച്ച ശേഷം അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. രാജാവിൻ്റെ ശേഷക്രിയാദികളും മറ്റുമായി വേദനാജനകമായ ഒരു പക്കം കഴിഞ്ഞുപോയി. രാജകുമാരന്മാർ ഒറ്റയ്ക്കിരുന്ന സമയത്ത് പെട്ടെന്ന് ശത്രുഘ്നൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട രാമൻ സകല ഗുണങ്ങളാലും തികഞ്ഞവനായിരുന്നു. കഷ്ടതയിൽപ്പെട്ടവർക്കെല്ലാം അഭയമായിരുന്നു. നമ്മുടെ മനോമുകുരത്തിൽ വിളങ്ങുന്ന ഏക നക്ഷത്രമായിരുന്നു അദ്ദേഹം. അപ്രകാരമുള്ള രാമൻ ഒരു സ്ത്രീയുടെ ദുർമോഹം കാരണം വനത്തിൽ അയക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒന്നു നിർത്തി. അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു. പുരുകങ്ങൾ കൂട്ടിമുട്ടി. ലക്ഷ്മണനോടൊത്ത് ഇരട്ടയായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ലക്ഷ്മണൻ്റേതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം തുടർന്നു, ലക്ഷ്മണന്റെ പെരുമാറ്റം കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം വീരനും ശക്തനുമാണ്. നമ്മുടെ അച്ഛൻ്റെ ഈ ഭ്രാന്ത് അദ്ദേഹം നിയന്ത്രിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? രാമനോട് കാണിച്ച അന്യായം അദ്ദേഹം തടുങ്ങാഞ്ഞത് എന്തി? ഈ ആപത്ത് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഈ വനവാസം അദ്ദേഹം തടയേണ്ടതായിരുന്നു. ധർമ്മനിഷ്ഠയ്ക്ക് വിഖ്യാതനായ ഒരു രാജാവ് സ്ത്രീചിത്തനായി പെട്ടെന്നൊരു വിഖ്യാതി കളഞ്ഞു കുളിക്കുകയും ധർമ്മം വിട്ട് പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മറ്റുള്ളവർ ഇടപെട്ട് ആ അനീതിയെ തടയണം. ലക്ഷ്മണനെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുവാൻ ആർക്കും തന്നെ സാധിക്കുകയുമില്ലായിരുന്നു. സാക്ഷാൽ ലക്ഷ്മണന് ഇത് സാധ്യവുമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടത് ചെയ്തില്ല? ആ സമയത്ത് കൂനിയായ മനന്തര വാതിക്കലെത്തി. അവൾ കൈകളിൽ രക്തചന്ദനം പൂശിയിരുന്നു. അവൾ വിലയേറിയ പട്ടുവസ്ത്രങ്ങളാണ് ഉടുത്തിരുന്നത്. അവൾ രക്തം പതിച്ച വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നു. അത്തരമൊരു ഔഢാന്യം അവൾ തൻ്റെ വളഞ്ഞ അരക്കെട്ടിൽ അണിഞ്ഞിരുന്നു. പവിഴം കോർത്ത മാലകൾ കൊണ്ട് മുടി മെടഞ്ഞിരുന്നു. ഈ സമയം കൊണ്ട് അമ്മയോടുള്ള ഭരതന്റെ ഇംഗിതം എന്താണെന്ന് അറിയാനും അരമന രഹസ്യം പരസ്യമാക്കി കഴിഞ്ഞു. കാവൽക്കാരൻ മരന്തരയെ കണ്ടു. അയാൾ അവളോട് ഘോരാരൂഷകനായി. അവൾ കടന്നു പിടിച്ച് വലിച്ചഴിച്ച് ശത്രുഘ്നന്റെ സമീപത്തെത്തിച്ച് അയാൾ പറഞ്ഞു, രാജകുമാര, ഈ സ്ത്രീയാണ് എല്ലാറ്റിനും കാരണം. നമ്മുടെ പ്രിയപ്പെട്ട രാജാവ് എന്തിനു മരിച്ചുവെന്നും രാമനെ എന്തിനു കാട്ടിലേക്ക് അയച്ചുവെന്നും അങ്ങേക്കറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാ ആപത്തുകൾക്കും കാരണം ഈ ജന്തുവാണ്. അവളുടെ പുറം പോലെ തന്നെ അകവും വക്രമാണ്. അയോധ്യയിൽ ഈ ആപത്ത് മുഴുവൻ ഇവൾ വരുത്തി കൂട്ടി. അവൾക്ക് അങ്ങേക്ക് ഇഷ്ടമുള്ള ശിക്ഷ കൊടുക്കാം. ഒരു ശിക്ഷയും അവൾക്ക് മതിയാവില്ല. അംഗപ്രത്യംഗം കണ്ട് വിറബുണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സ്ത്രീയുടെ നേരെ ശത്രുഘ്നൻ തുറച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ കോപം ആളിക്കത്തി. അവൾക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിന് കാണുവാൻ കാത്തു നിന്നിരുന്ന കൊട്ടാരത്തിലെ അന്തേവാസികളെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ പ്രിയ പിതാവിനും വലിയ ദുഃഖമാണ് ഉണ്ടാക്കി തീർത്തത്. അവളുടെ പ്രവൃത്തിയുടെ ഫലം ഞാൻ അവളെ കൊണ്ട് അനുഭവിക്കും. അദ്ദേഹം അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു. അവൾ ഭയം കൊണ്ട് പൊട്ടിക്കരഞ്ഞു.
ആരും അവളുടെ അടുത്തേക്ക് ചെന്നില്ല. അവളോട് സ്നേഹമുണ്ടായിരുന്ന 1-2 പേർ പോലും തങ്ങളുടെ ശിഷ്യക്കെങ്കിലോ എന്ന് ഭയപ്പെട്ട് അവിടേക്കൊന്ന് ഓടിപ്പോയി. ശത്രുഘ്നൻ അവളെ മണ്ണിലിട്ട് വലിച്ചു. ശരത്കാലത്തെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ചിന്നിച്ചിതറി കാണപ്പെടും പോലെ അവളുടെ രത്നാഭരണങ്ങൾ ആ സ്ഥലമാകെ ചിന്നിച്ചിതറിപ്പോയി. ബഹളം കേട്ട് കൈകേയി അവിടെ വന്നു. എന്നാൽ ശത്രുഘ്നൻ അവളെ കണ്ട ഭാവം നടിച്ചില്ല. ആ നശിച്ച കൂനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയായിരുന്നു അദ്ദേഹം. കൈകേയി ഭരതന്റെ അടുത്ത് ചെന്ന് അതിലിടപെടുവാൻ ആവശ്യപ്പെട്ടു. തൻ്റെ അനുജൻ എത്രമാത്രം കോപിഷ്ഠനാണെന്ന് ഭരതൻ കണ്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അനുജ, സ്ത്രീകൾ ശിഷ്യക്കർക്കരാണെങ്കിൽ പോലും അവരോടത് ചെയ്യരുത്. അവർക്ക് മാപ്പ് കൊടുക്കണം. ഉള്ള സത്യം പറയുകയാണെങ്കിൽ ഈ കൈകേയിയെ ഇതുവരെ ഞാൻ കൊല്ലാതിരിക്കുന്നതിനുള്ള ഒരൊറ്റ കാരണം രാമനെ ഞാൻ ഭയപ്പെടുന്നു എന്നതിലാണ്. അദ്ദേഹം ശ്രേഷ്ഠനാണ്. ഞാനൊരു സ്ത്രീയെ, അതും സ്വന്തം അമ്മയെ കൊന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം എന്നെ തീർച്ചയായും വെറുക്കും. എന്നോട് മിണ്ടാതാകുമെന്ന് മാത്രമല്ല, അദ്ദേഹം എൻ്റെ നേരെ നോക്കുക പോലുമില്ല. ഈ പാപിഷ്ഠയും അതുപോലെ തന്നെയാണ്. നമ്മുടെ സകല ദുഃഖത്തിന് കാരണക്കാരി ഇവളാണ്. പക്ഷേ രാമൻ എന്ത് ചെയ്യുമായിരുന്നുവോ അതും നമ്മൾ ചെയ്യുക. അവൾക്ക് മാപ്പ് കൊടുക്കുക, അവളെ ശിക്ഷിക്കാതിരിക്കുക. ശത്രുഘ്നൻ അവളെ വെറുതെ വിട്ടു. ആടിനെ പോലെ ശബ്ദിച്ചുകൊണ്ട് അവൾ കൈകേയിയുടെ കാൽക്കൽ വീണ് വാവിട്ട് കരഞ്ഞു. ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് കൈകേയി അവളെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പിറ്റേന്ന് പ്രഭാതമായി. ഭരതനും ശത്രുഘ്നനും സന്ധ്യാവന്ദനാദികൾ കഴിച്ചു. ആ സമയത്ത് മന്ത്രിമാർ ഭരതന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: ഭരതരാജകുമാര, പിതൃതുല്യനായിരിക്കുന്ന ഞങ്ങൾക്ക് ദശരഥ മഹാരാജാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ തൻ്റെ പൂർവികന്മാരോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. രാമനും ലക്ഷ്മണനും ദണ്ഡകാരണത്തിലേക്ക് പോയിരിക്കുന്നു. കോസൽ രാജ്യത്തെ രാജാവില്ലാതാവരുത്. രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ കയ്യിലെടുത്ത് അതിനെ വേണ്ട പോലെ ഭരിക്കേണ്ടത് ഇപ്പോൾ അങ്ങയുടെ ചുമതലയാണ്. കിരീടധാരണത്തിനുള്ള സാമന സാമഗ്രികളെല്ലാം ഒരുക്കി കഴിഞ്ഞു. അങ്ങയെ കാത്തുകൊണ്ടിരിപ്പാണ് എല്ലാവരും. ജനങ്ങൾ അങ്ങയുടെ കിരീടധാരണം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ദയവായി സിംഹാസനം സ്വീകരിക്കുക. അച്ഛൻ ചെയ്ത പോലെ നിങ്ങൾ ഭരിക്കുകയും ചെയ്യുക. കിരീടധാരണത്തിനായി സംഭവിച്ചിരിക്കുന്ന സാമഗ്രികൾ ഇരടിക്കുന്നിടത്തേക്ക് ഭരതൻ നടന്നു. പവിത്രമായ ജലം നിറച്ചിട്ടുള്ള കുംഭങ്ങൾ ചുറ്റും അദ്ദേഹം പ്രദക്ഷിണം വെച്ചു. ചാമരങ്ങളും ധവളമായ ആദപത്രങ്ങളെയും അദ്ദേഹം പ്രദക്ഷിണം വെച്ചു. ജനങ്ങൾ തന്നെ കാണുമെന്നും താൻ പറയുന്നത് കേൾക്കുമെന്നും കരുതിയാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ദുഃഖിതന്മാരായ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് വന്നു ചേർന്ന ഈ ആപത്തിൽ നാം ഒന്നിച്ചു ദുഃഖിക്കുകയാണ്. ഞാൻ രാജ്യഭാരണം ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അനാദികാലം മുതലേ ഇക്ഷ്വാകു വംശത്തിലെ നടപ്പാണ് മൂത്തപുത്രൻ രാജാവാകുക എന്നത്. രാമനാണ് രാജാവിൻ്റെ സീമന്തപുത്രൻ. അദ്ദേഹത്തിന് മാത്രമേ രാജാവാകുവാൻ കഴിയൂ. പകരം ഞാൻ കാട്ടിൽ പോയി 14 വർഷം വസിക്കാം. കാട്ടിൽ പോയി എൻ്റെ ജ്യേഷ്ഠനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഇത് ചെയ്യുവാൻ എന്നെ സഹായിക്കുക. സൈന്യത്തെ ശേഖരിക്കുക. കിരീടധാരണത്തിലുള്ള സാമന സാമഗ്രികളെല്ലാം ഞാൻ കയ്യിൽ കരുതാം. രാമനെ കാട്ടിൽ വെച്ച് തന്നെ കിരീടധാരണം ചെയ്യുവാനുമാകാം. ഞാൻ അദ്ദേഹത്തെ കോസല രാജാവാക്കും. രാമൻ തന്നെയാവും രാജാവെന്ന് തീർച്ചയാണ്. കൈകേയിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയില്ല. ഞാനത് സമ്മതിക്കുകയില്ല. ഞാൻ കാട്ടിൽ താമസിച്ച് അവളുടെ പാപത്തിന് ശാന്തി വരുത്തും. നമുക്ക് വേഗം പുറപ്പെടാം. നിസ്വാർത്ഥനായി ഈ രാജകുമാരൻ പറയുന്നത് കേട്ട് ജനം കോരിത്തിരിച്ചു. അടുത്ത പ്രഭാതത്തിൽ വന്ദികളും മാഗധന്മാരും ആ രാജകുമാരൻ സ്തുതിഗീതം പാടി. പെരുമ്പറ ഇടകിക്കൊണ്ടും കാഹളധ്വനി കൊണ്ടും ആകാശം മുഖരിതമായി. ഇവയെല്ലാം ഭരതന്റെ ദുഃഖം വർദ്ധിപ്പിച്ചതേയുള്ളൂ. ഇവ കേട്ട് ഭരതൻ ഉണർന്നു. അദ്ദേഹം തൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു: ഇത് നിർത്തുക, ഞാൻ രാജാവല്ല. അതിനുശേഷം ശത്രുഘ്നനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു: നോക്കൂ ശത്രുഘ്ന, അമ്മയുടെ കഠോര കൃത്യം എവിടെ എത്തിയെന്ന് നോക്കൂ. അയോധ്യ എൻ്റെ കയ്യിലേൽപ്പിച്ച് രാജാവ് നമ്മെ വിട്ടുപോയിരിക്കുന്നു. ധർമ്മത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം രാജ്യത്തെ അനാഥമാക്കിയിരിക്കുന്നു. അത് തുഴയാൻ ആളില്ലാതെ നൗക പോലെ ദുരവസ്ഥയുടെ പിടിയിൽപ്പെട്ട് ചാഞ്ചാടുകയാണ്. അത് കയ്യിലേൽക്കേണ്ട രാമനെ കാട്ടിലേക്ക് അയച്ചിരിക്കുന്നു. എന്തൊരവസ്ഥ! സാധുവും നിർഭാഗ്യവനുമായ ഭരതൻ വലിയൊരു പരീക്ഷണ ഘട്ടത്തിലായി. പല ചിന്തകളും അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുന്തി നിന്നത് കാട്ടിലേക്കുള്ള യാത്ര തന്നെയായിരുന്നു. രാമനെ മടക്കി കൊണ്ടുവന്നാൽ എല്ലാം ശരിയാകുമെന്ന് അദ്ദേഹം കരുതി. ഇതിനിടയിൽ വസിഷ്ഠൻ സഭയിൽ വന്നു ചേർന്നു. രാജാവിൻ്റെ സഭാമന്ദിരം ദേവസഭയായ സുധർമ്മയെ പോലെ പ്രശോഭിപ്പിച്ചു. വസിഷ്ഠൻ സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുന്ന ശേഷം അവിടുത്തെ ഉപദേഷ്ടാക്കളെയും മറ്റു ദരകന്മാരെയും വിളിച്ചു വരുത്തി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനുണ്ട്. യുവരാജാവായ ഭരതനെ സഭാമന്ദിരത്തിലേക്ക് കൊണ്ടിക്കൊണ്ടുവരുവാൻ സുമന്ത്രനോട് പറയുക. വസിഷ്ഠൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാവരും സഭയിൽ വന്നു നിറഞ്ഞു. ജനങ്ങളുടെ വീതികളിലും പുറപ്പുറത്തുമെല്ലാം തങ്ങി നിറഞ്ഞിരുന്നു.
അദ്ദേഹത്തിൻ്റെ പഴയ ഉപദേശകന്മാരോടൊപ്പം ഭരതൻ സഭയിൽ പ്രവേശിച്ചു. അദ്ദേഹം ശത്രുഘ്നോടുകൂടി പ്രായമായവരെ വന്ദിച്ചു. പിന്നീട് അവിടെ നിശബ്ദരായി നിന്നു. അതിനുശേഷം വസിഷ്ഠൻ പറഞ്ഞു, കുഞ്ഞേ ഭരത, അങ്ങയുടെ അച്ഛനായ രാജാവ് രാജ്യം അങ്ങയ്ക്കായി വിട്ടുതന്ന് ഈ ലോകത്ത് നിന്ന് പോയിരുന്നു. സത്യത്തെ പാലിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അങ്ങയുടെ ജ്യേഷ്ഠനായ രാമൻ ഭാര്യയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണത്തിലേക്ക് പോയതും അതേ കാരണത്താലാണ്. തൻ്റെ അച്ഛനെ അസത്യവാദിയെന്ന് ജനങ്ങൾ പറയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഇക്ഷ്വാകു രാജകുമാരുടെ ഈ സിംഹാസനം അങ്ങയ്ക്കുള്ളതാണ്. അത് സ്വീകരിക്കും. അങ്ങയെ കിരീടധാരണം ചെയ്യുവാൻ അത് അനുവദിക്കും. വിസ്തൃതവും വിശാലമായ കോസരാജ്യത്തെ ഭരിക്കും. മുഖത്തൊരു വികാരവും കൂടാതെ ഭരതൻ ആ വാക്കുകൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ ശിരസ് ദൂരെ രാമൻ്റെ അടുത്തായിരുന്നു. വേദാനുദൃഷ്ടിയോടെ അദ്ദേഹം ഗുരുവിൻ്റെ നേരെ നോക്കി ഇങ്ങനെ പറയുകയും ചെയ്തു, ധർമ്മം എന്നാൽ എന്താണ് എന്ന് കുട്ടിക്കാലം തൊട്ട് എന്നെ പഠിപ്പിച്ചത് അങ്ങാണ്. അങ്ങയുടെ കാൽക്കലിരുന്ന് ധർമ്മതത്വങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ച ശേഷം ഈ സിംഹാസനം സ്വീകരിക്കാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക? ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു നീതിബോധം ജന്മവാസന മൂലം ഞാൻ ആർജിച്ചിട്ടുമുണ്ട്. ദശരഥൻ്റെ പുത്രന് തൻ്റേതല്ലാത്ത ഒന്ന് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? ഈ രാജ്യം ഞാനും രാമനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഇക്ഷ്വാകു വംശത്തിലെ കീഴ്നടപ്പിനെ പറ്റി ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. മൂത്ത പുത്രനാണ് കിരീടത്തിന് അവകാശി. മുമ്പ് ആരും ചെയ്യാത്തത് ഞാനിപ്പോൾ ചെയ്താൽ അത് വംശത്തിന് ഒരു കളങ്കമായി തീരും. അതൊരു പാപവുമായിരിക്കും. ഉത്തമ കുലത്തിൽ ജനിച്ച എന്നെപ്പോലുള്ള ഒരാൾക്ക് അത് ചേർന്നതല്ല. പരലോകത്തിൽ ഒരു സ്ഥാനം ലഭിക്കുവാൻ പോലും ഞാൻ അയോഗ്യനായി തീരും. എൻ്റെ അമ്മയുടെ പ്രവൃത്തിയിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. രാമൻ രാജ്യം ഭരിക്കുമെന്ന കാര്യത്തിൽ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. അദ്ദേഹമാണ് സിംഹാസനത്തിൻ്റെ യഥാർത്ഥ അവകാശി. രാജ്യം ഭരിക്കുവാൻ പ്രാപ്തനായ പുരുഷൻ അദ്ദേഹമാണ്, നിർഭാഗ്യവാനായ ഞാനല്ല. സഭാതലം നിശബ്ദമായി. ഭരതന് ജ്യേഷ്ഠനോടുള്ള സ്നേഹം എല്ലാവരുടെയും മനസ്സിൽ തട്ടി. അദ്ദേഹത്തിൻ്റെ ധർമാചരണത്താൽ എല്ലാവരും സന്തുഷ്ടരായി. ഭരതൻ തുടർന്നു, ഞാൻ വനത്തിൽ പോയി രാമനെ കൂട്ടിക്കൊണ്ടു വന്നുകൊള്ളാം. രാജ്യം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യാം. എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ, ഞാനതിൽ വിജയിച്ചില്ല എങ്കിൽ ലക്ഷ്മണനെ പോലെ അദ്ദേഹത്തിനോടൊപ്പം താമസിച്ച് അദ്ദേഹത്തെ പരിചരിക്കും. രാമനെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ഞാൻ ആവുന്നതും ശ്രമിക്കും. സൈന്യത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി പാതകൻ തയ്യാറാക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. സൈന്യത്തെ ശേഖരിക്കുവാൻ ആ രാജകുമാരൻ സുമന്ത്രനോട് ആവശ്യപ്പെട്ടു. എല്ലാം വളരെ വേഗം തയ്യാറായി. എല്ലാവരുടെയും മനസ്സിൽ ശുഭപ്രതീക്ഷയുണ്ടായി. രാമൻ ഭരതനോടൊപ്പം വരുമെന്ന് അവർക്ക് ഉറപ്പായി. രാമൻ്റെ ഭരണത്തിന് കീഴിലുള്ള സുഖത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ദശരഥൻ്റെ അഭാവം മറക്കുവാൻ കഴിയുമെന്ന് അവർക്ക് തോന്നി. ഭരതൻ വസിഷ്ഠൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി. ഓരോ ഒരുക്കം ചെയ്യുമ്പോഴും വസിഷ്ഠൻ അദ്ദേഹത്തോട് ഒപ്പമുണ്ടായിരുന്നു. ധർമാചാരണത്തിൽ ഒരുപക്ഷെ രാമനെ കവച്ചു വെക്കുന്നതായി തോന്നിയ ഈ യുവശിഷ്യനെ ഓർത്ത് അദ്ദേഹം ബഹുമാനം തോന്നി. രാമൻ വനത്തിലേക്ക് പുറപ്പെട്ട സമയത്ത് താൻ കൈകേയിയോട് ഇതുതന്നെയാണ് പറഞ്ഞിരുന്നതെന്ന് ഓർത്ത് അദ്ദേഹം സ്വയം ഒന്ന് മന്ദഹസിച്ചു. ഭരതൻ സിംഹാസനം സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളോട് പറഞ്ഞിരുന്നു. മിക്കവാറും മരവരിയെടുത്ത് കാട്ടിൽ വസിക്കുകയാണ് ഉണ്ടാവുക എന്നും പറഞ്ഞിരുന്നു. വസിഷ്ഠൻ തൻ്റെ ശിഷ്യനിൽ അഭിമാനം കൊണ്ടു. ഭരതൻ തൻ്റെ രഥം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അത് വാതിക്കലെത്തി. രാമനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനെന്ന് അദ്ദേഹം അങ്ങേയറ്റ ആശ പുലർത്തിയിരുന്ന ഭരതൻ സുമന്ത്രനോട് പറഞ്ഞു, സുമന്ത്ര, നമുക്ക് സൈന്യസമേതം കാട്ടിലേക്ക് വേഗം പോകാം. ഒരു രാജ്യം രാജാവില്ലാതെ അധികം നാൾ നിന്നുകൂടാ. നമുക്ക് പോവുക തന്നെ. സുമന്ത്രൻ തെളിക്കുന്ന രഥത്തിൽ ഭരതനും ശത്രുഘ്നനും കയറിയിരുന്നു. മന്ത്രിമാരും മറ്റുള്ളവരും രഥങ്ങളും കുതിരപ്പുറത്ത് ആനപ്പുറത്തും പുറപ്പെട്ടു. രാജ്ഞിമാരും ഭരതനോടൊപ്പം പുറപ്പെട്ടു. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ അയോധ്യ നിവാസികൾക്ക് മിക്കവാറും എല്ലാവരും ഭരതനോടൊപ്പം തന്നെ പുറപ്പെട്ടു. കുറച്ചു ദൂരം പോയ ശേഷം അവർ തമസാ നദി തീരത്തെത്തി. നദി കടന്നവർ യാത്ര തുടർന്നു. ആ വഴി പരിചയമുള്ള സുമന്ത്രൻ ശൃംഗവേരപുരത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. സൈന്യം അദ്ദേഹത്തെ പിന്തുടർന്നു. ഗുഹനാണ് ആ നഗരം നിർമ്മിച്ചിരുന്നത്. അത് ഭരിച്ചിരുന്നതും അദ്ദേഹം തന്നെയാണ്. ഗംഗാതീരത്തെത്തിയപ്പോൾ സൈന്യം നിന്നു. ഭരതൻ മന്ത്രിമാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, സൈന്യം നദീതീരത്ത് താവളം ഉറപ്പിക്കട്ടെ. ഇന്ന് രാത്രി വിശ്രമിച്ച് നാളെ രാവിലെ നമുക്ക് യാത്ര തുടരാം. പുണ്യവതിയായ ഗംഗയെ കിടന്ന് രാവിലെ നമുക്ക് അക്കരെ പറ്റാം. ഗംഗാജലം കൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ തർപ്പണം ചെയ്യും. സൈന്യം നദീതീരത്ത് താവളം അടുപ്പിച്ചിട്ടുള്ള വിവരം ഗുഹൻ അറിഞ്ഞു. അദ്ദേഹം തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, സമുദ്രം പോലെ വലുതായ ഈ സൈന്യം ഭരതൻ്റേതാണ്. രഥത്തിൽ കോവിതാര അടയാളം കാണുമെന്നുണ്ട്. ദുഷ്ടനായ ഭരതന് നമ്മോട് യുദ്ധം ചെയ്യുവാൻ ഉദ്ദേശമുണ്ടാവും. നമ്മെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനും വിചാരിക്കുന്നുണ്ടാവും. രാമനോട് യുദ്ധം ചെയ്യുവാൻ അദ്ദേഹത്തിന് പരിപാടി ഉണ്ടാവും. അദ്ദേഹം ഇപ്പോൾ രാജാവാണ്. തൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം രാമനെ വധിക്കുവാനും മതി. രാമൻ എൻ്റെ സുഹൃത്താണ്.
അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ ജീവൻ ബലികഴിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. സൈന്യത്തെ ഒരുക്കി നിർത്തി നദീതീരവും കാത്തുകൊണ്ട് എൻ്റെ നിർദ്ദേശങ്ങൾക്കായി കാത്തു നിൽക്കുകയും ഭരതന് ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ നദി കടക്കുവാൻ അനുവദിച്ചുകൂടാ. ഒരു സാമന്തൻ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ചെല്ലും പോലെ ഗുഹൻ കാഴ്ചദ്രവ്യങ്ങളുമായി ഭരതന്റെ മുമ്പിൽ ചെന്ന് നിശ്ചയിച്ചു. വേടരാജാവിനെ ദൂരെ നിന്ന് കണ്ട സുമന്ത്രനെ ഭരതനോട് പറഞ്ഞു, നമ്മെ സമീപിക്കാനുള്ള ഈ മനുഷ്യൻ ഈ ദേശത്തെ രാജാവാണ്. അയാൾക്ക് ദണ്ഡകാരണത്തെപ്പറ്റി എല്ലാം അറിയാം. അയാൾ രാമന്റെ ഒരു ഉത്തമ സുഹൃത്തുമാണ്. രാമൻ എവിടെയുണ്ടെന്ന് പറയുവാൻ അയാൾക്ക് കഴിഞ്ഞേക്കും. ഗുഹൻ ഭരതനെ സമീപിച്ച് ആദരപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തോട് ചേർന്ന ഒരു ഉപവനം മാത്രമാണ് ഈ ദേശം. എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ ആതിഥ്യം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിച്ചുകൂടാം. രാവിലെ പുറപ്പെടുകയും ചെയ്യാം. ഭരതൻ ഉചിതമാവതമ്മ മറുപടി പറഞ്ഞു, എൻ്റെ പ്രഭുവായ രാമൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ് അങ്ങ് എന്ന് ഞാൻ അറിയുന്നു. ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ കൊള്ളാം. കാൽനടയായി ഗംഗ കടക്കുവാൻ പ്രയാസമാണെന്ന് തോന്നുന്നു. ഗുഹൻ വലിയ ആദരവോടുകൂടി പറഞ്ഞു, അതിനെപ്പറ്റി പരിഭ്രമിക്കേണ്ട. തുഴഞ്ഞ് അക്കരയ്ക്കെത്തിക്കുവാൻ സമർത്ഥരായ ആളുകൾ എൻ്റെ അധീനതയിലുണ്ട്. താങ്കളോടൊപ്പം ഭരദ്വാജാശ്രമത്തിലേക്ക് ഞാനും വരാം. എന്നാൽ രാമനോട് ഒരു ദ്രോഹവും ചെയ്യുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഈ വലിയ സൈന്യം കണ്ട് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ രാമനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് ദോഷം വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കുവാൻ കൂടി വയ്യ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. തന്നെ അപമാനിക്കാൻ വേണ്ടി അല്ല ഗുഹൻ ഇത് പറഞ്ഞതെന്ന് ഭരതന് മനസ്സിലായി. എങ്കിലും ഗുഹന്റെ വാക്കുകൾ ഭരതനെ വേദനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉദ്ദേശത്തെപ്പറ്റി സംശയം വേണ്ട. ഞാൻ സ്വന്തം പിതാവിനെ പോലെ തന്നെ രാമനെ കരുതുന്നത്. അദ്ദേഹത്തെ എന്നോടൊപ്പം നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നത്. അതുമാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാനിതാ സമ്മതം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനും സിംഹാസനത്തിൻ്റെ യഥാർത്ഥ അവകാശിയുമാണ്. ഭരതന്റെ ഉറപ്പ് കണ്ട് ഗുഹന്റെ മുഖം തെളിഞ്ഞു. പ്രസന്നമായി അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ശ്രേഷ്ഠതയ്ക്ക് മുമ്പിൽ ഞാനിതാ കുമ്പിടുന്നു. ഞാൻ അത്ഭുത ശബ്ദനായിരിക്കുന്നു. അങ്ങയ്ക്കായി നൽകപ്പെട്ട രാജ്യം അങ്ങ് തിരസ്കരിച്ചിരിക്കുന്നു. അങ്ങയെ പോലൊരു നിസ്വാർത്ഥിയെ എവിടെ കാണുവാനാണ്? ഒരിടത്തും കാണുവാനാവില്ല. അങ്ങൊരു മഹാനാണ്. മാനവ സമുദായത്തിൽ അങ്ങയുടെ യശസ് എന്നേക്കും നിലനിൽക്കും. ഭരതന്റെ ചിന്ത രാമന്റെ നേർക്ക് തിരിഞ്ഞു. എൻ്റെ അമ്മ കാരണം രാമന് കൈവന്ന കഷ്ടപ്പാടോർത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം നൊന്തു. സൂര്യതാപത്തിന്റെ മഹത്തായ ഹിമാലയത്തിലെ മഞ്ഞുരുകി നീർച്ചാലുകളായി ഒഴുകും പോലെ ഭരതന്റെ ഉള്ളിലെ ദുഃഖം കണ്ണീരായി ഒഴുകിക്കൊണ്ടേയിരുന്നു. അന്ന് ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചതുപോലെ ഗുഹൻ ഇന്ന് ഭരതനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ലക്ഷ്മണനെ പറ്റി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമനും സീതയും ആ സുപ്രധാനമായ രാത്രി ഇവിടെയാണ് കഴിച്ചുകൂട്ടിയത്. എന്നാൽ ലക്ഷ്മണൻ വില്ലും ശരവുമായി അവർക്ക് കാവൽ നിന്നു. ഒരു മെത്ത തയ്യാറാതെ അദ്ദേഹത്തോട് വിശ്രമിക്കുവാനുള്ള ഞാൻ പറഞ്ഞു. രാമനെ കാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട രാജകുമാര, ഞാനും എൻ്റെ അനുചരന്മാരും കഷ്ടപ്പെടുവാൻ ശീലിച്ചവരാണ്. അങ്ങാണെങ്കിൽ കൊട്ടാരത്തിൽ സുഖലോത്മാനം വളർന്നുവിന്. ഞങ്ങൾ രാത്രി മുഴുവൻ ഉറക്കം നയിച്ചിരുന്നത് കൊള്ളാം. അങ്ങ് ഉറങ്ങിക്കൊള്ളുക. രാമനേക്കാൾ പ്രിയങ്കരനായി എനിക്ക് മറ്റൊരാളില്ല. അദ്ദേഹത്തിന് ഒരു അബദ്ധം വരാതെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ ലക്ഷ്മണൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ സുഹൃത്തെ, ഉറങ്ങാതെ ആയുധധാരികളായി ഞാനിങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് അങ്ങയിൽ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. എൻ്റെ പ്രിയ ജ്യേഷ്ഠനും സീതയ്ക്കും ഇലകൾ കൊണ്ടുണ്ടാക്കിയ മെത്തയിൽ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങുവാനാണ്? എനിക്ക് വിഷമോ ഉറക്കമോ ഇല്ല. അതിനുശേഷം രാജാവിൻ്റെ പുത്രസ്നേഹത്തെപ്പറ്റിയും അതോർക്കുമ്പോൾ തനിക്കുണ്ടാവുന്ന ഭയത്തെപ്പറ്റിയും അദ്ദേഹം പറയുവാൻ തുടങ്ങി. രാത്രി മുഴുവൻ അയോധ്യയെപ്പറ്റിയും അയോധ്യ നിവാസികളെപ്പറ്റിയും ദുഃഖങ്ങൾ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം സമയം പോക്കിയത്. അതിരാവിലെ ഞാൻ കൊണ്ടുവന്ന തോണിയിൽ അവർ ഗംഗ കടന്നു. ഗജരാജാവെന്ന് ചോദിക്കുന്ന ഈ സഹോദരന്മാർ മരപുരിയെടുത്ത് ഋഷികളെ പോലെ ജടധരിച്ചും കൈകളിൽ വില്ലേന്തിയ സീതയെ നടുവിലാക്കി ആ ഭാഗത്തിലൂടെ നടന്നുപോയി. ഭരതൻ ഗുഹന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ കൂടുതൽ കേൾക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ശക്തിയില്ലാതെയായി. അദ്ദേഹം ശത്രുഘ്നന്റെ നേരെ നോക്കി. അവിടെ സഹോദരന്മാർ ഋഷിമാരെ പോലെ വസ്ത്രധാരണം ചെയ്ത് സീതയോടും കൂടി ഗംഗാതീരത്തിലേക്ക് നടന്നുവെന്ന് ചിന്തിച്ചപ്പോൾ അവർ വേദനയോടെ പൊട്ടിക്കരഞ്ഞുപോയി. കൗസല്യ അടുത്ത് ചെന്ന് ഭരതനെ സമാധാനിപ്പിച്ചു. കേൾക്കൂ കുഞ്ഞെ, അവർ പറഞ്ഞു, നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. രാജാവ് മരണപ്പെടും. രാമനെ ദൂരെ പോയിരിക്കുന്ന ഈ സമയത്ത് വൃദ്ധകളായ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് നീ ഒരുവനാണ്. തൻ്റെ ചിന്തകൾക്ക് ഏതാണ്ട് ഒരു നിയന്ത്രണം വരുത്തിക്കൊണ്ട് ഗുഹന്റെ നേരെ തിരിഞ്ഞു ഭരതൻ ചോദിച്ചു, എൻ്റെ ജ്യേഷ്ഠൻ രാത്രി കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ്? അദ്ദേഹം എവിടെ താമസിച്ചു? അദ്ദേഹം എവിടെ കിടന്നുറങ്ങി? എന്താണ് അദ്ദേഹം ഭക്ഷിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ലക്ഷ്മണൻ എന്ത് ചെയ്തു? എല്ലാം എന്നോട് പറയും. എനിക്ക് ശ്രവണാന്തരകരമായ വാക്കുകൾ രാമനെ പറ്റിയവ മാത്രമാണ്. രാമനായി വിവിധ ഭക്ഷ്യവസ്തുക്കൾ ഞാൻ കൊണ്ടുവന്നു. അദ്ദേഹം അവയെ നിരസിച്ചതും ഗുഹൻ അദ്ദേഹത്തോട് പറഞ്ഞു. ലക്ഷ്മണൻ ഗംഗാനദിയിൽ നിന്ന് കൊണ്ടുവന്ന ജലം മാത്രമായിരുന്നു അന്ന് അവരുടെ ഭക്ഷണം.
ഒരു വൃക്ഷച്ചുവട്ടിൽ ലക്ഷ്മണൻ സ്നേഹപൂർവ്വം തയ്യാർ ചെയ്ത ദർഭ കൊണ്ടുള്ള മെത്തയിൽ രാമനും സീതയും ശയിച്ചും താനും ലക്ഷ്മണനും സുമന്ത്രനും സംസാരിച്ചുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടിയതുമെല്ലാം ഗുഹൻ സവിസ്താരം ഭരതന് പറഞ്ഞു കേൾപ്പിച്ചു. ആ സംഭവമെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഭരതൻ കൗസല്യയെ ആ വൃക്ഷച്ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളോട് ഇങ്ങനെ പറയുകയും ചെയ്തു: നോക്കൂ അമ്മേ, ആ മഹാത്മാവ് രാത്രി കഴിച്ചു കൂട്ടിയത് ഇവിടെയാണ്. സൂര്യവംശത്തിലെ ചക്രവർത്തിയായ ദശരഥന്റെ പുത്രൻ ദർഭപ്പുല്ലും ഇലകളും കൊണ്ടുണ്ടാക്കിയ മെത്തയിൽ കിടന്നുറങ്ങിയത് ഇവിടെയാണ്. ആ വൃക്ഷത്തിന് ചുറ്റും നടന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു: അദ്ദേഹം രാത്രി കഴിച്ചു കൂട്ടിയതിന്റെ ലക്ഷണങ്ങൾ എനിക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദർഭപ്പുല്ലിന്റെ കഷണങ്ങൾ നിലത്ത് കിടക്കുന്നുണ്ട്. ഹംസത്തൂവൽ കൊണ്ടുണ്ടാക്കിയ മൃദുമത്തയിൽ കിടന്ന് ചീലിച്ച അദ്ദേഹത്തിന് വെറും നിലത്തൊടുങ്ങുന്ന കിടങ്ങുവാൻ കഴിഞ്ഞു. എനിക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഒരു സ്വപ്നമായി എനിക്ക് തോന്നുന്നുള്ളൂ. എൻ്റെ അച്ഛൻ അയോധ്യയിൽ കൊട്ടാരത്തിലുണ്ടെന്നും രാമൻ സീതയോടും കൂടി സാധാരണ ഇരിക്കാറുള്ള സ്വർണ്ണ നിർമ്മിതമായ കട്ടിലിൽ ഇരിക്കുന്നുണ്ടെന്നും എനിക്കിപ്പോഴാണ് തോന്നിയത്. രാമനെ കവച്ചു വയ്ക്കുവാൻ ഈശ്വരനു കൂടി ആവില്ല എന്ന് തോന്നിപ്പോകുന്നു. മനുഷ്യന്റെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്നത് വിധിയാണ്. നോക്കൂ അമ്മേ, വെള്ളപ്പട്ടിന്റെ ഇഴകൾ ഗർഭയിൽ കുടുങ്ങിക്കാണുന്നു. സീത ഇവിടെ ഉറങ്ങിയെന്നതിന് തെളിവാണത്. ഈ സംഭവങ്ങളെല്ലാം ഉത്തരവാദി ഞാനാണെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം 1000 കഷണങ്ങളായി തകർന്നുമെന്ന് ഉറപ്പാണ്. രാമനെ ശുശ്രൂഷിച്ചുകൊണ്ട് എപ്പോഴും കൂടെ നടക്കുന്ന ലക്ഷ്മണൻ ഭാഗ്യവാൻ തന്നെ. അമ്മേ, ഞാനും മനസ്സാ ഉറച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ ഞാൻ ജ്യേഷ്ഠനെ പോലെ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കും. മരവുരിയും എടുത്ത് ജടാധാരിയായി ഭൂമിയിൽ കിടന്നുറങ്ങിക്കൊണ്ട് ഞാൻ രാമന് പകരം 14 വർഷം കാട്ടിൽ വസിക്കും. ശത്രുഘ്നൻ എന്നോടൊപ്പം ഉണ്ടാകും. രാമൻ ലക്ഷ്മണനോടൊത്ത് രാജ്യം ഭരിക്കട്ടെ. അതിനുള്ള ദൈവാനുഗ്രഹം എനിക്കുണ്ടാവുമോ? ഞാൻ രാമപാദങ്ങളിൽ വീഴും. രാജ്യം സ്വീകരിക്കുവാൻ അദ്ദേഹത്തോട് കേണപേക്ഷിക്കുകയും ചെയ്യും. സംഗതിവശാൽ അദ്ദേഹം നിരസിച്ചുവെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം കാട്ടിൽ വസിക്കും. എൻ്റെ ആ അവകാശം അദ്ദേഹത്തിന് നിഷേധിക്കുവാനാവില്ല. തൻ്റെ ഗതികേടിൽ ദുഃഖിച്ചുകൊണ്ട് നിർഭാഗ്യവനായ സാധു രാജകുമാരൻ ഉറങ്ങാൻ കഴിയാതെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. അതിരാവിലെ അദ്ദേഹം ശത്രുഘ്നനോട് പറഞ്ഞു: എഴുന്നേൽക്കൂ ശത്രുഘ്ന, വേടരാജാവായ ഗുഹനെ വിളിച്ചു വരുത്തു. നദി കടക്കുവാൻ അദ്ദേഹം നമ്മെ സഹായിക്കും. അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഗുഹൻ അവിടെ എത്തി. അദ്ദേഹത്തോട് ഭരതൻ പറഞ്ഞു: എൻ്റെ സൈന്യത്തെ ഗംഗാനദി കടത്താൻ വേണ്ട ഏർപ്പാട് അങ്ങ് ചെയ്യുമെങ്കിൽ ഞാൻ അങ്ങയോട് കൃതജ്ഞത ഉള്ളവനായിരിക്കും. ഗുഹൻ തൻ്റെ അധീനത്തിലുള്ള തോണികളെല്ലാം വരുത്തി. സ്വസ്തിക എന്നു പേരായ തോണിയിൽ ഭരതൻ, കൗസല്യ, സുമിത്ര, കൈകേയി, ശത്രുഘ്നൻ, വസിഷ്ഠൻ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഋഷിമാർ എന്നിവർ കയറി നിന്നു. സൈന്യത്തെ അക്കരയ്ക്കെത്തിക്കുവാൻ നിരവധി തോണികൾ നിരന്നു നിന്നു. ഭരതനോടും രാജകുടുംബാംഗങ്ങളും കൂടി സൈന്യവും അയോധ്യയിലെ പൗരന്മാരും ഗംഗാനദി കടന്നു. തോണികളിൽ നിന്നിറങ്ങി പിന്നെയും നടന്ന അവർ ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സംഗമസ്ഥാനത്തെത്തി. കുറച്ചകലെയായി ഭരതൻ ഭരദ്വാജാശ്രമം കണ്ടു. ശത്രുഘ്നോടൊപ്പം അദ്ദേഹം മഹർഷിയായ ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് നടന്നു. സൈന്യത്തെയും മറ്റും ആശ്രമത്തിൽ നിന്ന് ഒരു ക്രോശം അകലെ നിർത്തി. അദ്ദേഹം വസിഷ്ഠനോടും മന്ത്രിമാരോടും കൂടി ഋഷ്യാശ്രമത്തിലെത്തി. മന്ത്രിമാരെയും വഴിയിൽ നിർത്തി ഗുരുവായ വസിഷ്ഠനെ മാത്രം കൂട്ടിയാണ് അദ്ദേഹം ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ചത്. അതെ, ഇനിയാണ് രാമനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ കഥ തുടരും.